എന്താണ് നാനോ ടെക്നോളജി? അപ്പോൾ വളരെയധികം നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ്. കുറച്ച് കാലങ്ങളായി ഈ ഐ മീൻ അടുത്ത കാലത്തല്ല, കുറച്ച് കാലങ്ങളായി ഇതിങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് നാനോ ടെക്നോളജി? നാനോ ടെക്നോളജി എന്ന് വെച്ചാല് വളരെ ചെറിയ സ്കെയിൽസിൽ, അത് വളരെ ചെറിയ ലെങ്ത് സ്കെയിലിലുള്ള ഡയമെൻഷനിലുള്ള ഓബ്ജക്ട്സിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഓബ്ജക്ട്സിനെ കുറിച്ച് ഡീൽ ചെയ്യുന്ന ഒരു സയൻസ്, ഐ മീൻ ടെക്നോളജി, ഒരു ശാസ്ത്രശാഖ എന്ന് പറയാം നാനോ ടെക്നോളജിയെ കുറിച്ച്. പിന്നെ ഈ പേര് കേൾക്കുമ്പോൾ ഇതൊരു എന്താ പറയാ, ഒരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സബ്ജക്റ്റ് ആണെന്ന് നമുക്ക് തോന്നാമെങ്കിലും നമ്മുടെ നിത്യജീവിതത്തിൽ, ഡെയിലി ലൈഫിൽ വളരെയധികം ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന, ഇനിയും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിവുള്ള ഒരു ശാസ്ത്രത്തിന്റെ ഒരു വൻ നേട്ടമാണ് ഈ നാനോ ടെക്നോളജിയിൽ നടക്കുന്ന ഗവേഷണങ്ങളൊക്കെ. സോ അതിനെക്കുറിച്ചുള്ള ഒരു കാർട്ടൂണാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. സോ നാനോ ടെക്നോളജിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ കണ്ണിൽ, ഒരു ബെയർ ഐയിൽ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ, കാണാൻ പറ്റാത്ത ഒരു സ്കെയിലാണ് നാനോ ടെക്നോളജി വർക്ക് ചെയ്യുന്നത്. അതിന്റെ ഒരു കമ്പാരിസൺ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു ഡ്രോപ്പ് അല്ലെങ്കിൽ ഒരു കുത്ത്, ഒരു ബിന്ദു, ഒരു പേപ്പറിൽ നമ്മളൊരു കുത്തിട്ടാൽ അതൊരു നോർമൽ സ്കെയിലിൽ എങ്ങനെ മെഷർ ചെയ്യുന്നുള്ളതാണ് ആദ്യത്തെ ഫിഗറിൽ കാണുന്നത്. പക്ഷെ നാനോ സ്കെയിൽ ആകുമ്പോഴത്തേക്ക് അത് എത്രമാത്രം ചെറുതാവുന്നു എന്ന് നോക്കൂ. ഇതാണ് അത്. ഐ മീൻ നമ്മുടെ നോർമൽ സ്കെയിലിൽ നമ്മളൊരു കാര്യം മെഷർ ചെയ്യുന്നതിന്റെ 10⁻⁹ താഴെയാണ് നാനോ ടെക്നോളജിയുടെ സ്കെയിലിംഗ് വരിക. അതായത് വിഡ്ത്ത് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഹ്യൂമൻ ഹെയറിന്റെ 1/80,000 വിഡ്ത്ത് ആണ് നാനോ ടെക്നോളജിയുടെ ആ ഒരു ഡയമെൻഷൻസ് എന്ന് പറയാം. അതെന്താണെന്ന് ഒന്നുകൂടെ വ്യക്തമാവണമെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഒരു നാനോമീറ്ററിൽ നമുക്ക് 10 ഹൈഡ്രജൻ ആറ്റമിനെ നമുക്ക് എടുത്ത് നിരത്തി വെച്ചാൽ ഒരു സിംഗിൾ നാനോമീറ്റർ കിട്ടും. അപ്പൊ അത്രയും ചെറിയ ഒരു സ്കെയിലിലുള്ള ഒബ്ജക്ട്സിനെ കുറിച്ചാണ് നാനോ ടെക്നോളജിയിൽ നമ്മൾ ഡീൽ ചെയ്യുക. ഇനി എത്ര ചെറുതാണ് അതെന്നുള്ളത് ഒന്നുകൂടെ ഈ ഒരു സ്ലൈഡിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു ചെറിയ കുട്ടിക്ക് 1 മീറ്റർ ആണ് ഉയരമെങ്കിൽ അത് 1 ബില്യൺ നാനോമീറ്ററിന് ഈക്വൽ ആണ്. അതാണ് അതിന്റെ ഒരു സ്കെയിലിംഗ് കമ്പാരിസൺ. സോ അത്രയും ചെറിയ ഡയമെൻഷനിലോട്ട് നമ്മൾ പോകുമ്പോഴാണ് നാനോ ടെക്നോളജിയുടെ ആ ഒരു ലെങ്ത് വരിക. ഇനി എന്തുകൊണ്ട് നമ്മൾ നാനോ ടെക്നോളജിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് നാനോ ടെക്നോളജി നമ്മുടെ ജീവിതത്തിനെ സ്വാധീനിക്കുന്നതെന്ന് നോക്കണമെങ്കിൽ നമ്മൾ കുറച്ച് പുറകിലേക്ക് പോകേണ്ടി വരും. മനുഷ്യൻ ആദ്യം മുതൽ, അതായത് മനുഷ്യരുണ്ടായി ഓരോരോ സാങ്കേതികമായി നമ്മൾ മുന്നോട്ട് പോകാൻ തുടങ്ങിയ ആദ്യകാലങ്ങളിൽ നമ്മൾ ഇങ്ങനെ പറയാറുണ്ടല്ലോ, ആദ്യം സ്റ്റോൺ ഏജ്, പിന്നെ അതായത് നമ്മുടെ പ്രോഗ്രസിനെ, മുന്നോട്ടുള്ള പുരോഗതിയെ എപ്പോഴും അടയാളപ്പെടുത്തുന്നത് നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ എത്രമാത്രം മെക്കനൈസേഷൻ, എന്ത് മെഷീൻസ് വന്നതിന് ശേഷമാണല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉപകരണങ്ങൾ എടുത്ത് നമ്മുടെ ജീവിതം സൊഫിസ്റ്റിക്കേറ്റഡ് ആവാൻ തുടങ്ങിയത് മുതലാണ് ഹ്യൂമൻ പ്രോഗ്രസ് ഉണ്ടായത്, കൂടുതൽ മുന്നോട്ട് പോകാൻ തുടങ്ങിയത് ഹ്യൂമാനിറ്റി. സോ അത് പറയുമ്പോൾ നമ്മൾ ആദ്യം സ്റ്റോൺ ഏജിനെ കുറിച്ച് പറയും, അല്ലെങ്കിൽ ഹ്യൂമൻ ഹിസ്റ്ററിയെ നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ ആദ്യം കല്ലുകൊണ്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി മനുഷ്യർ വേട്ടയാടുമ്പോൾ അതൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് ബ്രോൺസ് ഏജ് വന്നു, മെറ്റൽസ് യൂസ് ചെയ്യാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അയൺ വന്നു, സ്റ്റീൽ ഏജ് ഉണ്ടായി. ഓരോ മനുഷ്യ പുരോഗതിയെ അടയാളപ്പെടുത്തുന്ന ഓരോ നാഴികക്കല്ലുകളാണ് ഇതൊക്കെ. അത് കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? വിമാനങ്ങളും കാറുകളും, അതായത് പോളിമേഴ്സ് ഒക്കെ ഉപയോഗിച്ചാണ് അവയുടെ ബോഡി നമ്മൾ ഉണ്ടാക്കിയത്. മെറ്റീരിയൽസിന്റെ ഓരോ വളർച്ചയുടെ ഘട്ടങ്ങളാണ് ഇതൊക്കെ. ആ മെറ്റീരിയൽസിന്റെ വളർച്ചയുടെ ഘട്ടങ്ങൾ ഹ്യൂമൻ പ്രോഗ്രസിന്റെയും വളർച്ചയുടെ ഘട്ടങ്ങളായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇന്റർനെറ്റ് ഏജ് വന്നു, സിലിക്കൺ ചിപ്സ്, കമ്പ്യൂട്ടേഴ്സിന്റെ വളരെ അതിവേഗതയിലുള്ള കുതിച്ചുചാട്ടങ്ങൾ ഉണ്ടായി. ഇപ്പോ അതെല്ലാം കഴിഞ്ഞ് ഇനി എത്രയെങ്കിലും വർഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ ജീവിച്ചിരുന്ന ഈ കാലഘട്ടത്തിനെ പിന്നീട് ഒരിക്കൽ അടയാളപ്പെടുത്തുമ്പോൾ അതിൽ ഈ കാലഘട്ടം അറിയപ്പെടാൻ പോകുന്നത് നാനോ ടെക്നോളജിയുടെ അല്ലെങ്കിൽ ഇൻഫർമേഷന്റെ ഏജ് ആയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ സാധ്യമാവണമെങ്കിൽ, ഈ പുരോഗതി സാധ്യമാവണമെങ്കിൽ നമുക്ക് അതിന് ഈ പറയുന്ന ആപ്ലിക്കേഷൻസിനൊക്കെ ഉപയോഗിക്കാൻ തക്ക മെറ്റീരിയൽസ് വേണം. ഈ മെറ്റീരിയൽസ്, നാനോ ഡയമെൻഷനിലുള്ള മെറ്റീരിയൽസ് നമുക്ക് വളരെയധികം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പല ഡിവൈസസിലും, ഡെയിലി ലൈഫിലുള്ള പല ഡിവൈസസിലും നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ആവട്ടെ, കമ്പ്യൂട്ടർ ആവട്ടെ, മറ്റ് മെഡിക്കൽ ഫീൽഡിലാവട്ടെ, എന്ത് എടുത്താലും അതിലെല്ലാം നാനോ ടെക്നോളജിയുടെ സ്വാധീനം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നാനോ ടെക്നോളജിയുടെ ഒരു എന്താ പറയുക, വളരെ സിഗ്നിഫിക്കൻ്റ് ആയ ഒരു ഇമ്പോർട്ടൻസ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിന് പല മേഖലകളിലും
സ്വാധീനിക്കുന്ന പല മെറ്റീരിയൽസും നാനോ ടെക്നോളജിയുടെ പുരോഗതിയുടെ ഫലമാണ്. ഇനി നാനോ മെറ്റീരിയൽസിനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് രീതിയിലാണ് നമുക്ക് എന്താ പറയുക, ഇതിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്താൽ രണ്ട് രീതിയിൽ പറയാം. ഒന്നെന്ന് വെച്ചാൽ ടോപ്പ് ഡൗൺ അപ്രോച്ച്. ഇത് കൂടുതലും ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക മാനുഫാക്ചറിങ്ങിനെ കുറിച്ചുള്ള ഒരു ഇൻഡിക്കേഷൻ ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാമെന്ന് വിചാരിച്ചതേ ഉള്ളൂ. അതായത് രണ്ട് രീതിയിലാണ് ഈ മാനുഫാക്ചറിങ് നടക്കുക. ഒന്നെന്ന് വെച്ചാൽ നമുക്ക് എച്ചിങ് അതുപോലുള്ള ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചിട്ട് കമ്പ്യൂട്ടേഴ്സിനൊക്കെ പാർട്സ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണ്. അതായത് മോൾഡിങ് അല്ലെങ്കിൽ എച്ചിങ് വിദ്യ വഴി, അതായത് ടോപ്പ് ഡൗൺ ആക്ഷൻ, മുകളിൽ നിന്ന് താഴേക്ക് വരിക, ഒരു വലിയ മെറ്റീരിയൽ എടുക്കുക, അതിനെ ചെറുതാക്കി കൊണ്ടുവരിക. പക്ഷേ വേറൊരു അപ്രോച്ച് എന്ന് വെച്ചാൽ ബോട്ടം അപ്പ് അപ്രോച്ച്. അതായത് ആറ്റം ബൈ ആറ്റം നമുക്ക് അസംബിൾ ചെയ്തെടുക്കാൻ പറ്റും. സോ അതായത് ഓരോ ആറ്റമായി പിക്ക് ചെയ്ത് വെച്ച് അതിനുള്ള സൊഫിസ്റ്റിക്കേറ്റഡ് മെഷീനറി ഒക്കെ ഇന്ന് അവൈലബിൾ ആണ്. ഇങ്ങനെ രണ്ട് രീതിയിലാണ് നാനോ ടെക്നോളജിയിലെ മെറ്റീരിയൽസിനെ മാനുഫാക്ചർ ചെയ്യുന്നത് നോർമലി. അപ്പൊ ജസ്റ്റ് ഒരു അറിവിലേക്ക് വേണ്ടി ഞാനിവിടെ അത് കാണിച്ചെന്നേ ഉള്ളൂ. ഇനി എന്തുകൊണ്ടാണ് നാനോ മെറ്റീരിയൽസ് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആവുന്നത്, അതുപോലെ തന്നെ എഫിഷ്യൻ്റ് ആവുന്നത്? എന്താണ് നാനോ ടെക്നോളജി ഇത്ര എഫിഷ്യൻ്റ് ആവാൻ കാരണം എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ ഒരു നാനോ ഡയമെൻഷൻസിൽ വരുമ്പോൾ അതിൻ്റെ വോളിയത്തിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് സർഫസ് ഏരിയയ്ക്കാണ് ഉണ്ടാവുക. അതിനൊരു എക്സാമ്പിൾ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു ക്യൂബ് 1 സെന്റിമീറ്റർ ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ ഒരു 6 സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ അതിന് നമ്മൾ ആ ക്യൂബിനെ കുഞ്ഞു ക്യൂബുകളായിട്ട് മുറിച്ചു കഴിഞ്ഞാൽ, ഒരു 1 മില്ലിമീറ്ററിലുള്ള ക്യൂബായിട്ട് മുറിച്ചു കഴിഞ്ഞാൽ ആ ഒരു കുഞ്ഞു ക്യൂബിന്റെ സർഫസ് ഏരിയ 60 സെന്റിമീറ്റർ സ്ക്വയർ ആവും. ഇനി അതിനെ തന്നെ നമ്മൾ പൊട്ടിച്ച് കുഞ്ഞു നാനോ മെറ്റീരിയൽസ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ, 1 നാനോമീറ്റർ ഡയമെൻഷനുള്ള ക്യൂബ്സ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ ആ ഓരോ ക്യൂബിന്റെ ഏരിയ അതിനേക്കാളും വളരെ 10 മടങ്ങ് വർദ്ധിക്കും. അപ്പൊ എന്തുകൊണ്ട് ഈ ഏരിയ വർദ്ധിച്ചാൽ എന്താണ് ഗുണം എന്ന് പറഞ്ഞാൽ, അതിന് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ കറ്റാലിസിസ് ആപ്ലിക്കേഷൻസ്. കറ്റാലിസിസ് എന്ന് പറയുമ്പോൾ വ്യവസായങ്ങളിലൊക്കെ ഏറ്റവും അധികം നമുക്ക് ഇന്നത്തെ കാലത്ത് ആവശ്യമുള്ള ഒരു സംഭവമാണ്. വളരെ എഫിഷ്യൻ്റ് ആയ കാറ്റലിസ്റ്റ് വേണം. അതായത് ഫോർ എക്സാമ്പിൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, അല്ലെങ്കിൽ എന്താ പറയാ എനർജി സ്റ്റോറേജ്. ഈ ടെക്നിക്കൽ ടേംസ് ഒക്കെ എനിക്ക് വേറൊരു എക്സാമ്പിൾ കിട്ടാത്തത് കൊണ്ട് പറയുന്നതേ ഉള്ളൂ. കുറച്ചുകൂടെ സിമ്പിളായ എക്സാമ്പിൾ എനിക്ക് വരുന്നില്ല പെട്ടെന്ന്. സോ സർഫസ് ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് റിയാക്ഷൻ പെട്ടെന്ന് നടക്കാനും ഒരു കറ്റാലിസിസ് വളരെ എഫിഷ്യൻ്റ് ആയി സ്പീഡപ്പ് ആക്കാനും വളരെയധികം ആവശ്യമുള്ള ഒന്നാണ് സർഫസ് ഏരിയ വലുതാവുക എന്ന് പറയുക. അപ്പൊ അതുകൊണ്ടാണ് ശരിക്കും എന്തുകൊണ്ട് നാനോ മെറ്റീരിയൽസിനെ നമ്മൾ പ്രിഫർ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, സാധാരണ ഒരു ഹയർ ഡയമെൻഷനിലുള്ള, അതായത് സെന്റിമീറ്റർ സ്കെയിലുള്ള ഒരു മെറ്റീരിയലിന് ഉള്ള സർഫസ് ഏരിയക്കാളും വളരെയധികം സർഫസ് ഏരിയ അതിനേക്കാളും വളരെ ചെറുതായ ഒരു നാനോ മെറ്റീരിയലിന് തരാൻ പറ്റും. വളരെ വലിയ സർഫസ് ഏരിയ പ്രൊവൈഡ് ചെയ്യുമ്പോൾ റിയാക്ഷന്റെ റേറ്റ് കൂടും. അതായത് വളരെ പെട്ടെന്ന് ഫാസ്റ്റായി നമുക്ക് ആ റിയാക്ഷൻ ചെയ്യാൻ പറ്റും, എഫിഷ്യൻസി കൂടും, കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും, വേഗത കൂട്ടാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് നാനോ മെറ്റീരിയൽസ് വളരെ ഫേവറബിൾ ആയിരിക്കുന്നത് ആപ്ലിക്കേഷൻ പർപ്പസസിന് വേണ്ടി. അതിന്റെ ഒരു എക്സാമ്പിൾ ഈ ഒരു ക്യൂബിന്റെ ഈ ഒരു ഡിവിഷൻ ഒന്ന് മനസ്സിലോർത്താൽ മതി, അത് മനസ്സിലാവും. ഇങ്ങനെയാണ് ആ സർഫസ് ഏരിയ കൂടുന്നത്. ഒരു വലിയ സർഫസിൽ നിന്നും വലിയ ഒരു വോളിയം കൂടുതലായ ഒരു മെറ്റീരിയലിൽ നിന്നും നമ്മൾ വോളിയം കുറച്ച് സർഫസ് ഏരിയ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ ഇങ്ങനെയാണ് അതിന്റെ ആ ഡയമെൻഷൻ സ്കെയിൽ ചെയ്യുക. ഇനി അല്ലെങ്കിൽ ഒരു ലിവിങ് വേൾഡിൽ നാനോ മെറ്റീരിയൽസ് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ട്രമൻഡസ് ആപ്ലിക്കേഷൻസ് ആണുള്ളത്. അതിൽ 1-2 ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. നാനോ സ്കെയിൽ ഡിവൈസസ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് മെഡിസിൻ. അതായത് ഇപ്പോൾ ഒരു എന്താ പറയാ മെഡിസിൻ, ഒരു ക്യാൻസറസ് ആയ ഒരു സെല്ലിനെ നമുക്ക് നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ഒരു ശരീരത്തിൽ എവിടെയാണോ അതുള്ളത്, ഏതെങ്കിലും ഇന്റേണൽ ഓർഗാൻസിലാണ് അതുള്ളതെങ്കിൽ നമുക്ക് നേരിട്ട് അതിനെ ഓപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്തൊന്നും ചെയ്യേണ്ട. നാനോ ടെക്നോളജി യൂസ് ചെയ്താൽ, അതായത് നമുക്കൊരു നാനോ ക്ലസ്റ്റേഴ്സ് അല്ലെങ്കിൽ നാനോ മോളിക്യൂൾസ് പോയിട്ട് ആ സ്ഥലത്തെത്തി അതിനെ മാത്രം, അത് എവിടെയാണോ പ്രശ്നമുള്ളത് ആ സ്ഥലത്തെത്തി അതിനെ കണ്ടുപിടിച്ച് അതിനെ ബയോസെൻസിങ് നടത്തി അവിടെ മെഡിസിൻ റിലീസ് ചെയ്ത് ആ എന്താ പറയാ ഡിസീസിനെ ക്യൂർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇന്ന് ശാസ്ത്രം വികസിച്ചു. ഇതൊക്കെ
ഈ ക്വാണ്ടം ഡോട്ട്സ് എന്ന് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ക്വാണ്ടം ഡോട്ട്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സീറോ ഡയമെൻഷൻ എന്നാ പറയാ. ക്വാണ്ടം ഡോട്ട്സിന്റെ ഡയമെൻഷൻ ശരിക്കും സീറോയാണ്. അതായത് അതിന്റെ എല്ലാ ഡയമെൻഷനും നാനോയിലാണ് വരിക. സീറോ ഡയമെൻഷണൽ മെറ്റീരിയൽസ് എന്നാണ് പറയുക. ഇപ്പോൾ നാനോ മെറ്റീരിയൽസ് തന്നെ നമുക്ക് പലതായിട്ട് വിഭജിക്കാം. ഒരു 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ, 0 ഡയമെൻഷൻ ഇങ്ങനെ വരും. അതായത് 1 ഡയമെൻഷൻ നാനോ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഡയമെൻഷൻ മാത്രമായിരിക്കും നാനോമീറ്ററിൽ നമ്മൾ പറയുക. മറ്റ് ഡയമെൻഷൻസ് ചിലപ്പോൾ വേറെ മീറ്ററിലോ കുറച്ചുകൂടെ വലിയ സ്കെയിലായിരിക്കാം. പക്ഷേ ക്വാണ്ടം ഡോട്ട്സ് എന്ന് പറയുമ്പോൾ എല്ലാ ഡയമെൻഷനും എക്സും വൈയും ഇസഡും നമ്മളൊരു മെറ്റീരിയലിനെ ഒരു കാർട്ടീഷ്യൻ ആക്സസിൽ ഡിഫൈൻ ചെയ്യുമ്പോൾ എക്സും വൈയും സിയും എല്ലാം നാനോ ഡയമെൻഷനിൽ പറയുന്ന ഒരു മെറ്റീരിയൽ ആണ് ക്വാണ്ടം ഡോട്ട്സ്. അപ്പോൾ ഈ ക്വാണ്ടം ഡോട്ട്സ് അത്രയും ചെറിയ മെറ്റീരിയൽസ് പോയിട്ട് ബയോളജിക്കൽ ടിഷ്യൂസിനുള്ളിൽ പോയി ആവശ്യമുള്ള, അതായത് ഹെൽത്തി സെൽസിനെ ഒന്നും തന്നെ ഉപദ്രവിക്കാതെ എവിടെയാണോ പ്രശ്നമുള്ളത് അവിടെ പോയി മെഡിസിൻ റിലീസ് ചെയ്തിട്ട് ആ ഡിസീസിനെ ക്യൂർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇന്ന് ശാസ്ത്രം വികസിച്ചിട്ടുണ്ട്. സോ അതാണ് ഒരു മെഡിസിനൽ ആപ്ലിക്കേഷൻ. കൂടുതലും മാഗ്നറ്റിക് മെറ്റീരിയൽസ്, എന്താ പറയുക, മാഗ്നറ്റിസം ഉള്ള നാനോ പാർട്ടിക്കിൾസ് ഒക്കെയാണ് ഈ ഒരു ആപ്ലിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുക. അതുപോലെ എന്താ പറയുക, ബയോ ഇമേജിങ്. ഇപ്പോൾ ആ ഒരു ഏരിയയിൽ പോയിട്ട് അവിടുത്തെ ബയോ ഇമേജ് എടുക്കാൻ പറ്റും. എടുത്തിട്ട് അവിടെ ചേഞ്ചസ് വരുന്നുണ്ടോ, ക്യാൻസർ വരാനുള്ള ഈ മോഡിഫിക്കേഷൻ നടക്കുന്നുണ്ടോ, അതിനെ ഫോട്ടോ എടുക്കുന്ന ഒരു ബയോ ഫോട്ടോ, ഒരു എന്താ പറയുക ഫോട്ടോ എടുക്കുന്ന പോലെ ഇൻഡിക്കേഷൻസ് നമുക്ക് തരാൻ പറ്റും. ഇങ്ങനെയുള്ള എല്ലാ രീതിയിലും നാനോ മെറ്റീരിയൽസ് മെഡിസിനിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് ഞാൻ ഇവിടെ കാണിച്ചത്. അടുത്ത ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, നാനോ മെറ്റീരിയൽസിന് പല ഡയമെൻഷൻസിൽ അവയെ ഡിഫൈൻ ചെയ്യാറുണ്ട്. നാനോ വയേഴ്സ് എന്ന് പറയാറുണ്ട്. അതായത് ഒരു ഡയമെൻഷൻ മാത്രം എന്താ പറയുക നാനോ ഡയമെൻഷനിലുള്ളവയുണ്ട്, 2 ഡയമെൻഷൻസ് നാനോയിൽ പറയുന്നവയുണ്ട്. അപ്പൊ അതുപോലെ ഒരു ലോകത്തിന് തന്നെ വിപ്ലവകരമായ ഒരു മാറ്റം ഉണ്ടാക്കിയ ഒരു മെറ്റീരിയലാണ് ഗ്രാഫീൻ. ഗ്രാഫീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു മെറ്റീരിയലാണ്. കാരണം നമ്മുടെ സാധാരണ നമ്മുടെ പെൻസില് ചെത്തുമ്പോൾ അതിലുള്ള ആ കാർബൺ, അതിന്റെ ഒരു എന്താ പറയാ ഒരു ടിപ്പിൽ ഒരു എന്താ വളരെ വളരെ കോമൺ ആയ ഒരു മെറ്റീരിയലാണ് കാർബൺ. എല്ലാവർക്കും അറിയാം. ബിക്കോസ് നമ്മൾ എപ്പോഴും കാർബൺ ഡൈ ഓക്സൈഡിനെ കുറിച്ച് കേൾക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ശരീരത്തിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് കാർബൺ ആണെന്ന് അറിയാം. പക്ഷെ ആ കാർബണിനുള്ളിൽ പിന്നെ ഏറ്റവും ഹാർഡസ്റ്റ് ആയ മെറ്റീരിയൽ ശരിക്കും പറഞ്ഞാൽ ഡയമണ്ട് ആണ്. അതെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ഗ്രാഫൈറ്റ്, ഞാൻ പറഞ്ഞു വന്ന എക്സാമ്പിൾ, നമ്മുടെ പെൻസിലിനുള്ളിൽ ഗ്രാഫൈറ്റ് ഉണ്ട്. ആ ഗ്രാഫൈറ്റ് വെച്ചിട്ട് നമ്മൾ എഴുതുക. അപ്പൊ നമ്മളൊരു പെൻസിൽ, ഒരു പേപ്പറിൽ നമ്മളിങ്ങനെ പെൻസിൽ കൊണ്ട് എഴുതുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ നമ്മൾ എഴുതുന്ന ആ ഒരു അക്ഷരം ഒരു ഗ്രാഫീൻ ലെയർ ആണെന്ന് പറയാം. അതായത് ഒരു അതാണ് ശരിക്കും ഗ്രാഫീൻ. അതിലും സിമ്പിൾ ആയ ഒരു എക്സാമ്പിൾ എനിക്ക് പെട്ടെന്ന് പറയാൻ വരുന്നില്ല. സോ ഗ്രാഫീന്റെ ഡിസ്കവറി ശരിക്കും വളരെ ആക്സിഡന്റൽ ആയ ഒരു ഡിസ്കവറി ആയിരുന്നു. 2010 നോബൽ പ്രൈസ് കിട്ടിയ ഡിസ്കവറിയാണ് ഇത്. ഇത്രയും ചെറിയ, അതായത് ഈ പെൻസിൽ, നമ്മൾ എഴുതുന്ന പെൻസിലിന്റെ ടിപ്പിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ ഗ്രാഫീൻ അത്രയും സിമ്പിൾ ആണെങ്കിലും വളരെ പവർഫുള്ളുമാണ്. ബിക്കോസ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയ തിന്നസ്റ്റ് ആയ മെറ്റീരിയൽ ആണ്. 200 ടൈംസ് അത് സ്ട്രോങ്ങർ ദാൻ സ്റ്റീലാണ്. അപ്പോൾ ഊഹിക്കാമല്ലോ അത് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആയ ഒരു മെറ്റീരിയൽ ആണെന്ന്. ഗ്രാഫീൻ കണ്ടുപിടിച്ചതോടെ വളരെ വലിയൊരു കുതിച്ചുചാട്ടം തന്നെ പല മേഖലകളിലും ഉണ്ടായി. കാരണം ഇത് വളരെ പ്രത്യേകതകളുള്ള ഒരു മെറ്റീരിയൽ ആയിരുന്നു. നമുക്ക് ഗ്രാഫീനെ പല രീതിയിലും മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് മെറ്റലായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൽ വേറെ എന്തെങ്കിലും ഒരു ആറ്റം വെച്ച് അതിനെ മെറ്റൽ ആക്കാൻ പറ്റും. സെമി കണ്ടക്ടർ ആക്കണമെങ്കിൽ അതിനെ സെമി കണ്ടക്ടർ ആക്കാൻ പറ്റും. നമുക്ക് എന്ത് ആപ്ലിക്കേഷൻ വേണോ ആ ആപ്ലിക്കേഷൻ അനുസരിച്ച് ട്യൂൺ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് ഈ ഗ്രാഫീൻ. സോ ഇത് വളരെ എന്താ പറയാ, അത്രയും ഇപ്പൊ ഇതിന്റെ പിക്ചേഴ്സ് കാണുമ്പോൾ തന്നെ അറിയാം, വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു സ്ട്രക്ചർ ആണ്. അതായത് ഒരു ലെയർ ഓഫ് 1 ആറ്റം തിക്ക് ലെയേഴ്സ് ആണ് ഈ ഗ്രാഫിന്റെ ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതാണ് ഒരു വൺ ഓഫ് ദ ഒരു വളരെ വണ്ടർ മെറ്റീരിയൽ എന്ന് പറയാവുന്ന നാനോ ടെക്നോളജിയിൽ ഉള്ള ഒരു മെറ്റീരിയൽ ആണ് ഗ്രാഫീൻ. പിന്നെ നമ്മുടെ ഡെയിലി ലൈഫിനെ കുറിച്ചാണല്ലോ നമ്മുടെ സെമിനാർ. ഡെയിലി ലൈഫിൽ എവിടെയൊക്കെ നമ്മൾ നാനോ മോളിക്യൂൾസ് അല്ലെങ്കിൽ നാനോ ടെക്നോളജി എൻകൗണ്ടർ ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ അതിന് ചില എക്സാമ്പിൾസ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ മുമ്പ് പറഞ്ഞു സർഫസ് ഏരിയ വളരെ കൂടുതലാണ് എന്നുള്ളതാണ് നാനോ മെറ്റീരിയൽസിന്റെ അല്ലെങ്കിൽ നാനോ ഡയമെൻഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ സർഫസ് ഏരിയ കൂടിയ നാനോ മോളിക്യൂൾസ് ഉള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡെയിലി ലൈഫിൽ എൻകൗണ്ടർ ചെയ്യുന്നുണ്ട്. ഒന്ന് എന്താ പറയാ, ഫാറ്റ്
ഇൻ വാട്ടർ, അതായത് മിൽക്കിലുള്ള ഫാറ്റി മോളിക്യൂൾസ്, അവ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, ആ രീതി, അവയുടെ ബോണ്ടിങ്ങിന്റെ രീതി, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നാനോ ഡയമെൻഷനാണ്. അതിന്റെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ടാണ് ശരിക്കും ഇമൽഷൻസ് അല്ലെങ്കിൽ ബട്ടർ പ്രൊഡക്ഷൻ, ഇതിലൊക്കെ ശരിക്കും നാനോയുടെ ആപ്ലിക്കേഷനാണ് അവർ കൂടുതലും, നാനോയുടെ ആപ്ലിക്കേഷനാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു മോളിക്യൂളിന്റെ എന്താ പറയാ മാഗ്നിഫൈ ചെയ്ത ഒരു പിക്ചർ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഒരു ഫ്ലാറ്റ് ഗ്ലോബിളിനെ മൈക്രോസ്കോപ്പി വെച്ചിട്ട്, അതായത് അതിന്റെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, സർഫസ് ഏരിയ വളരെ കൂടുതലാണ്. സർഫസ് ഏരിയ എത്രമാത്രം കൂടുന്നോ അത്രമാത്രം കൂടുതൽ മോളിക്യൂൾസിന് അവിടെ വന്ന് അറ്റാച്ച് ചെയ്യാനും റിയാക്ഷന് വേണ്ടി കൂടുതൽ ഏരിയ എക്സ്പോസ്ഡ് ആണെന്നുള്ളത് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. സോ അപ്പൊ ഇങ്ങനെ ഡെയിലി ലൈഫിൽ തന്നെ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ നാനോ ടെക്നോളജിയുടെ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്ത പല പ്രോഡക്ട്സ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ബട്ടർ, ഇങ്ങനത്തെ മിൽക്ക് പ്രോഡക്ട്സ് ഒക്കെ. സോ അങ്ങനെ അതൊരു എക്സാമ്പിൾ ആണ്. ഇനി നമുക്ക് ചുറ്റും ഒന്ന് നോക്കിയാൽ നമ്മൾ ഒരുപാട് പ്രകൃതി തന്നെ ഒരു എന്താ പറയാ, പ്രകൃതിയിൽ ഒരുപാട് നാനോ ടെക്നോളജി അല്ലെങ്കിൽ നാനോ എഞ്ചിനീയറിംഗ് ഒരുപാട് നടക്കുന്നുണ്ട് നമുക്കറിയാതെ തന്നെ. അതിനൊരു ഒരുപാട് ചില എക്സാമ്പിൾസ് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കോട്ടാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. അതായത് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതാണ്, ലുക്ക് ഡീപ്പ് ഇൻ ടു ദ നേച്ചർ ആൻഡ് യു വിൽ അണ്ടർസ്റ്റാൻഡ് എവറിഥിങ് ബെറ്റർ. നമുക്ക് ചുറ്റും ഈ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ ഇപ്പോഴും പ്രകൃതിയിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അത് ഈ നാനോ ടെക്നോളജിയുടെ അഡ്വാൻസസ് വന്നപ്പോൾ കൂടുതൽ പ്രകൃതിയിലേക്ക് മനുഷ്യർ നോക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾക്ക് പലതും മനസ്സിലായി, നമ്മൾ അറിയാതെ തന്നെ ഒരുപാട് നാനോ ടെക്നോളജി നമുക്ക് ചുറ്റും നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അതിനൊരു എക്സാമ്പിൾ ഒരു സാധാരണ ഇല ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ നോക്കിയാൽ നിങ്ങൾക്കറിയാം ഇതിന്റെ സർഫസ് ഏരിയ വളരെ കൂടുതലാണ്. നാനോ ടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് പ്രകൃതി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇതിനൊരു എന്താ പറയുക, ഒരു കമ്പാരിസൺ പറയുകയാണെങ്കിൽ ഒരു 2 സെന്റിമീറ്റർ ക്യൂബും ഒരു ഇലയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, ഇതിൽ 5%-നേക്കാളും കുറച്ചേ ഉള്ളൂ ഇതിന്റെ സർഫസ് ഏരിയ. പക്ഷെ അതുപോലെയല്ല, ഒരു ഇല നോക്കിയാൽ അതിന്റെ സർഫസ് ഏരിയ വളരെ കൂടുതലാണ്. സോ ഇത് നമുക്ക് ചുറ്റും ഉള്ള ഒരു നാനോ ടെക്നോളജിയുടെ വണ്ടറാണ്. സോ നാച്ചുറൽ ഫുഡ് പ്രൊഡക്ഷൻ ആക്ച്വലി എന്താണ്, നാനോ ടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ തന്നെയാണ്. ഇനി ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചുറ്റും കാണാൻ തുടങ്ങിയപ്പോഴാണ് എന്തുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മനുഷ്യരുടെ ജീവിതം സൊഫിസ്റ്റിക്കേറ്റഡ് ആക്കാനുള്ള മെറ്റീരിയലിസ്റ്റിക് ആപ്ലിക്കേഷൻസിൽ ഉപയോഗിച്ചുകൂടാ എന്നുള്ള തോന്നൽ വരാൻ തുടങ്ങിയതും അതിലേക്ക് മനുഷ്യർ നോക്കാൻ തുടങ്ങി. ഐ മീൻ ഗവേഷകർ അതിലേക്ക് നോക്കാൻ തുടങ്ങി. സോ അങ്ങനെ ആണ് ഒരു ബയോ മിമിക്കിംഗ് അല്ലെങ്കിൽ ബയോമിമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖ തന്നെ ഉണ്ട്. അതായത് ഈ ചില ഫോർ എക്സാമ്പിൾ ലോട്ടസ് ലീഫിൽ നമുക്കെല്ലാം അറിയാം, താമര ഇലയിൽ വെള്ളം വീണ പോലെ നമ്മൾ പറയാറുണ്ട്. അതവിടെ തങ്ങി നിൽക്കില്ല. താമര ഇലയിൽ വെള്ളം വീണ് അതൊന്ന് മുങ്ങിപ്പോവും നനഞ്ഞു കഴിഞ്ഞാൽ. സോ അത് നനയാറില്ല, കാരണം വെള്ളം അവിടെ തങ്ങി നിൽക്കില്ല, വെള്ളം ഉരുണ്ട് മാറും. സോ അതൊരു വണ്ടർഫുൾ നാനോ എഞ്ചിനീയറിംഗ് ആണ് പ്രകൃതിയിലുള്ള. ബിക്കോസ് ആ ലോട്ടസ് ലീഫ് ഹൈഡ്രോഫോബിക് ആണ്. ഹൈഡ്രോഫോബിക് എന്ന് വെച്ചാൽ വെള്ളം അവിടെ ഒട്ടിപ്പിടിക്കില്ല. സോ അത് ആ താമര ഇലയുടെ ഈ പ്രോപ്പർട്ടി കണ്ടിട്ട് പിന്നീട് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിന് പലതിനെയും അത് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. പലതരത്തിലുള്ള, അതായത് ഫോർ എക്സാമ്പിൾ മറൈൻ ആപ്ലിക്കേഷൻസ്, നമുക്ക് വെള്ളത്തിൽ മുങ്ങിപ്പോവാത്ത രീതിയിലുള്ള സ്ട്രക്ചേഴ്സ് ഡിസൈൻ ചെയ്യാൻ അതിന്റെ നാനോ സ്ട്രക്ചർ എന്താണെന്ന് നോക്കിയിട്ട് അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് സ്ട്രക്ചേഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഈസ് അതൊരു എക്സാമ്പിൾ ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഞാനൊരു സ്പെസിഫിക് എക്സാമ്പിളിലോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് പൂമ്പാറ്റ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പൂമ്പാറ്റയുടെ ബ്യൂട്ടിഫുൾ സ്ട്രക്ചേഴ്സ്. സോ ഈ പൂമ്പാറ്റയുടെ ഈ താമര ഇലയ്ക്കുള്ള അതേപോലെയുള്ള ഹൈഡ്രോഫോബിസിറ്റി ഉള്ള ഒരു സ്ട്രക്ചറാണ് പൂമ്പാറ്റയുടെ ചിറക്. അതായത് എത്ര മഴ വന്നാലും നനഞ്ഞാലും വളരെ നമുക്ക് കാണുമ്പോൾ വളരെ തിന്നാണ്, കട്ടിയില്ലാത്ത ഒന്നാണെന്ന് തോന്നുമെങ്കിലും ഈ വിങ്സിനുള്ളിൽ ഒരുപാട് സയൻസ് ഒളിഞ്ഞിരിപ്പുണ്ട്. ബിക്കോസ് ഈ എന്താ പറയാ, ബട്ടർഫ്ലൈന്റെ വിങ്സ് ഹൈഡ്രോഫോബിക് ആണ്. അവിടെ വാട്ടറിന് നനഞ്ഞ് അതിനുള്ളിലോട്ട് വെള്ളം കയറില്ല, വെള്ളം ഇങ്ങനെ പുറത്തു പോകും, ഹൈഡ്രോഫോബിക് ആയി നിലനിൽക്കും. ബിക്കോസ് അതിന്റെ സ്ട്രക്ചറിന്റെ പ്രത്യേകത കൊണ്ടാണത്. പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ സ്ട്രക്ചർ, അതായത് ഇവിടെ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ബട്ടർഫ്ലൈയുടെ വിങ്സിന്റെ സ്ട്രക്ചർ എൻലാർജ് ചെയ്തതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ റോ ഓഫ്
സ്ട്രക്ചേഴ്സ് ഇവിടെ ഉണ്ട്. ഇത് ഇൻസ്പയർഡ് ആയിട്ട് ഒപ്റ്റിക്കൽ ആപ്ലിക്കേഷൻസിന് വേണ്ടി അതുപോലത്തെ സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കി സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അതേ തരത്തിലുള്ള കളേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാനും അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഇമേജിംഗ് ടെക്നോളജിയിലൊക്കെ ഈ ബട്ടർഫ്ലൈ വിങ്സ് ഇൻസ്പയർഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് വളരെയധികം ഉപയോഗപ്പെടുന്നുണ്ട്. ഇത് പ്രകൃതിയിലുള്ള മറ്റൊരു എന്താ പറയുക നാനോ ടെക്നോളജിയുടെ വണ്ടർഫുൾ എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻ ആണെന്ന് പറയാം. ഇനി വളരെ അധികം ഫേമസ് ആയ അല്ലെങ്കിൽ പ്രശസ്തമായ ഒരു ബട്ടർഫ്ലൈ ആണ് ഈ ബ്ലൂ മോർഫോ ബട്ടർഫ്ലൈ. അതിന്റെ ഇവിടെ ഒരു പിക്ചർ ഞാൻ കാണിച്ചിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയ സ്ട്രക്ചർ ആണ്. അപ്പൊ ഈ ബട്ടർഫ്ലൈ വിങ്സിന്റെ കളർ വരുന്നത് ശരിക്കും രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ പിഗ്മെന്റേഷൻ, അതിലുള്ള പിഗ്മെന്റ്സിന്റെ കളർ കാരണം അതിന് ബ്യൂട്ടിഫുൾ കളേഴ്സ് ഉണ്ട്. ഈ ലോകത്ത് ആക്ച്വലി 1,40,000 മുകളിൽ ബട്ടർഫ്ലൈ സ്പീഷീസ് ഉണ്ട്. അപ്പോൾ അത്രയും ബട്ടർഫ്ലൈ സ്പീഷീസിന് ഡിഫറെന്റ് കളേഴ്സും ഉണ്ട്. ഈ കളേഴ്സ് ഒക്കെ വരുന്നത് ശരിക്കും രണ്ട് ഇഫക്റ്റ് കാരണമാണ്. ഒന്ന്, അതിലുള്ള പിഗ്മെന്റേഷൻ. രണ്ടാമത്, ഇതിലുള്ള സ്ട്രക്ചറൽ അറേഞ്ച്മെന്റ്സ് കാരണമാണ് ഇതിന് വളരെ യുണീക്ക് ആയിട്ടുള്ള കളർ ബട്ടർഫ്ലൈ വിങ്സിന് വരാൻ കാരണം. അതിന് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ഈ ബ്ലൂ മോർഫോ ബട്ടർഫ്ലൈ. ബ്ലൂ മോർഫോ ബട്ടർഫ്ലൈസിന്റെ വിങ്സിനെ കൂടുതൽ അനലൈസ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇതിന്റെ സ്ട്രക്ചർ കാരണമാണ് ഇതിന് ഈ കളർ വരിക. അതായത് സ്ട്രക്ചറൽ കളറാണ്, അത് ഇറിഡിസെൻസ് എന്നാണ് അതിനെ പറയാം. അതായത് ഡിഫറെന്റ് ലേയേഴ്സിൽ ലൈറ്റ് വന്ന് തട്ടിയിട്ട് അതിന്റെ റിഫ്ലക്ഷൻസ് കാരണമാണ് നമ്മൾ ആ കളർ കാണുന്നത്. ശരിക്കും നമ്മൾ ഈ കാണുന്ന കളർ അവിടെ ബ്ലൂ കളർ പിഗ്മെന്റേഷൻ ഉള്ളത് കൊണ്ടല്ല, ബട്ട് അതിന്റെ സ്ട്രക്ചറാണ് അതിന് ആ കളർ കൊടുക്കുക. അതായത് ഡിഫറെന്റ് ആംഗിൾസിൽ ലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന കളറാണ് നമ്മൾ കാണുന്ന ബ്ലൂ കളർ. ഇത് വളരെ അധികം എന്താ പറയുക, വിശ്വസിക്കാൻ പോലും ആവാത്ത വിധം ആപ്ലിക്കേഷന് വേണ്ടി ഉപയോഗിക്കപ്പെട്ട ഒരു ടെക്നോളജിയാണ് ഈ ഒരു അറിവ്. കാരണം ഈ അറിവിൽ നിന്ന് ബിൽസ്, അതായത് മണി, കള്ളനോട്ട് ഒഴിവാക്കാൻ വേണ്ടി കൗണ്ടർഫീറ്റ് ടെക്നോളജി വരെ ഇൻസ്പയർഡ് ആയി ഈ ഒരു ബ്ലൂ മോർഫോ ബട്ടർഫ്ലൈന്റെ വിങ്സിന്റെ സ്ട്രക്ചറിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് കൗണ്ടർഫീറ്റ് ടെക്നോളജി വരെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രകൃതിയിലുള്ള മറ്റൊരു അത്ഭുതമാണ് ഇത്. സോ അതിന് മറ്റൊരു എക്സാമ്പിൾ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ഡിഫറെന്റ് കളേഴ്സിലുള്ള ബട്ടർഫ്ലൈസ് ഇവിടെ കാണാം. ഇവിടെ നോക്കിയാൽ ഇതിൽ ഓരോന്നിന്റെയും മാഗ്നിഫൈഡ് ഇമേജസ് ആണിത്. ഇത് ശരിക്കും പറഞ്ഞാൽ SEM ആണെന്ന് തോന്നുന്നു. സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് ഇമേജസ് ആണ് ഈ കാണുന്നത്. ഈ കാണുന്ന സ്ട്രക്ചേഴ്സ് നോക്കൂ, ഇതെല്ലാം വളരെ ഡിഫറെന്റ് ആണ്. ഒന്നിൽ നിന്ന് മറ്റൊന്ന് വളരെ ഡിഫറെന്റ് ആണ്. ഇതെല്ലാം നാനോ സ്ട്രക്ചേഴ്സ് ആണ്. ഈ നാനോ സ്ട്രക്ചേഴ്സിലുള്ള ഡിഫറൻസ് കാരണമാണ് ഈ ബട്ടർഫ്ലൈക്കും ഈ ബട്ടർഫ്ലൈക്കും തമ്മിലുള്ള ഈ കളർ ഡിഫറൻസ് നമ്മൾ കാണുന്നത്. അല്ലാതെ ഇതിലുള്ള പിഗ്മെന്റേഷൻ കാരണമല്ല. പിഗ്മെന്റേഷൻ ഈസ് ഓൾസോ ദെയർ, ബട്ട് ഈ ഡിസ്റ്റിങ്ക്റ്റീവ് ആയിട്ടുള്ള ഈ കളേഴ്സ്, ഈ റെഡ് കളർ അല്ലെങ്കിൽ ഈ ഗ്രീൻ കളർ, ഇതിനൊക്കെ കാരണം നമ്മൾ ഈ ബട്ടർഫ്ലൈ കാണുമ്പോൾ ഈ ഗ്രീൻ കളർ നമ്മൾ കാണുന്നതിന് കാരണം അതിലെ സ്ട്രക്ചറിന്റെ പ്രത്യേകത കൊണ്ടാണ്, നാനോ സ്ട്രക്ചറിന്റെ പ്രത്യേകത കൊണ്ടാണ്. സോ അത്രമാത്രം ബ്യൂട്ടിഫുൾ ആയ എഞ്ചിനീയറിംഗ്, നാനോ എഞ്ചിനീയറിംഗ് നമുക്ക് ചുറ്റുമുണ്ട്. സോ ഇത് ഒരുപാട് ആപ്ലിക്കേഷൻസിന് ഇൻസ്പയർ ആയിട്ടുണ്ട്. ചില എക്സാമ്പിൾസ് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അതായത് ബട്ടർഫ്ലൈ വിങ്സിന്റെ ഈ സ്ട്രക്ചർ കാരണം എയറോഡൈനാമിക്സ്, അതായത് അവരിങ്ങനെ ബട്ടർഫ്ലൈസ് പറന്നു പോകുമ്പോൾ ഫ്രിക്ഷനെ മാനേജ് ചെയ്യുന്ന രീതി, ഇതിനെയൊക്കെ കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്തിട്ട് ഫ്ലൈറ്റ് ഡൈനാമിക്സിനെ ഇൻസ്പയർ ചെയ്തിട്ട് സ്മോൾ റോബോട്ട്സ് വരെ സക്സസ്ഫുള്ളി ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ഈ ബട്ടർഫ്ലൈസിന്റെ നാനോ സ്ട്രക്ചേഴ്സിനെ ഇൻസ്പയർഡ് ആയിട്ട്. അനദർ എക്സാമ്പിൾ ഈസ് ലൈക്ക്, ഇത് വളരെ എന്താ പറയുക, വളരെ ഹാർഡ് വാർഡിൽ ഉണ്ടായ ഒരു സ്റ്റഡിയാണിത്. ഇത് ബ്ലൂ മോർഫോ ബട്ടർഫ്ലൈ ആണ് തോന്നുന്നു ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് എയർ പ്യൂരിഫിക്കേഷൻ ഇൻസ്ട്രുമെന്റ്സിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചു. അതായത് ഈ ബട്ടർഫ്ലൈസ് നമുക്കറിയാം, അവരിങ്ങനെ എയറിൽ ഡെൻസ് ആയ വളരെ പൊല്യൂട്ടഡ് ആയ എൻവിറോൺമെന്റിലും ഇങ്ങനെ പറന്നു പോയാലും ഈ വിങ്സ് ഹൈഡ്രോഫോബിക് ആണ്. അത് മാത്രമല്ല, ഈ വിങ്സിന്റെ പ്രത്യേക സ്ട്രക്ചർ കാരണം ഈ പറയുന്ന പൊല്യൂഷൻ ഒന്നും, അല്ലെങ്കിൽ ഈ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിക്കും പറഞ്ഞാൽ എയറിലുള്ള വളരെ സ്മോളസ്റ്റ് നാനോ അല്ലെങ്കിൽ മൈക്രോ പാർട്ടിക്കിൾസ് ആണ്, തങ്ങി നിൽക്കുന്ന കണങ്ങളാണ്. അതേ ഗ്യാസിന്റെ പാർട്ടിക്കിൾസും ഒക്കെയാണ് പൊല്യൂഷൻ എന്ന് നമ്മൾ പറയാം. അപ്പൊ ഈ ഡ്രോപ്സ് ഒന്നും, ഈ എയർ ഡ്രോപ്സ് അല്ലെങ്കിൽ ഈ ഗ്യാഷ്യസ് മോളിക്യൂൾസ് ഒന്നും തന്നെ ഇതെല്ലാം ഒട്ടിപ്പിടിച്ച് ഈ വിങ്സിൽ ഇരുന്നു എങ്കിൽ ബട്ടർഫ്ലൈക്ക് പറന്നു പോകാനോ ജീവിക്കാനോ പറ്റില്ല. പക്ഷെ അത് ഉണ്ടാവുന്നില്ല. കാരണം അതിന്റെ ഈ പർട്ടിക്കുലർ വിങ് സ്ട്രക്ചർ ഒരു ഹണി കോമ്പിന്റെ സ്ട്രക്ചർ പോലെയാണ്, ഹോളോ സ്ട്രക്ചേഴ്സ് ആണ്. അപ്പൊ ഈ ഒരു അരിപ്പ പോലെ ആക്ട് ചെയ്തിട്ട് ഈ ഗ്യാഷ്യസ് മോളിക്യൂൾസിനെ ഇതിൽ നിന്ന് അരിച്ചങ്ങ് പോകും. സോ അത് ഇറ്റ് വിൽ നോട്ട് അഫക്ട് ദ
ബട്ടർഫ്ലൈ വിങ്സ്. അത് ആ ഒരു കണ്ടുപിടുത്തത്തിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് എയർ പ്യൂരിഫിക്കേഷൻ ഇംപ്രൂവ്മെന്റ്സിന് വേണ്ടി ഈ സ്ട്രക്ചർ, ഇതുപോലത്തെ സ്ട്രക്ചറിലുള്ള മെറ്റീരിയൽസ് ഉണ്ടാക്കി, ബട്ടർഫ്ലൈ വിങ്സിന്റെ സ്ട്രക്ചറിലുള്ള പോലത്തെ മെറ്റീരിയൽസ് ഉണ്ടാക്കിയിട്ട് ഈ എയറിലുള്ള പൊല്യൂട്ടൻസിനെ അരിച്ചു മാറ്റാവുന്ന ഒരു ടെക്നോളജി കണ്ടുപിടിച്ചിട്ടുണ്ട്, പേറ്റന്റഡ് ആയ ഒരു ടെക്നോളജി. സോ അങ്ങനെ ആ ഒരു മെയിൻലി ഈ ഒരു സ്റ്റഡി ഹെൽപ്പ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഡെവലപ്പിംഗ് കൺട്രീസിനൊക്കെയാണ്. ബിക്കോസ് ഏറ്റവും അധികം പൊല്യൂഷൻ കാരണം ബുദ്ധിമുട്ടുന്ന, അല്ലെങ്കിൽ അതിനെ ഓവർകം ചില ടെക്നോളജി ഇല്ലാത്ത രാജ്യങ്ങൾ ശരിക്കും ഡെവലപ്പിംഗ് കൺട്രീസ് ആണ്, അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ വളരെ ചീപ്പായിട്ടുള്ള മെറ്റീരിയൽസ്, കാരണം ഇവിടെ മെറ്റീരിയൽസിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല, അതിന്റെ സ്ട്രക്ചറിനാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള ഈ പറയുന്ന സ്ട്രക്ചറുള്ള മെറ്റീരിയൽസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് എയർ പ്യൂരിഫിക്കേഷൻ, അതായത് ഒരു ഫോർ എക്സാമ്പിൾ ഒരു വലിയൊരു ഇൻഡസ്ട്രിയൽ ചിമ്മിനി ഉണ്ട്, അതിന്റെ കാലാവധി അത് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് എയറിലുള്ള ഈ പൊല്യൂട്ടൻസ് കാരണം അത് പെട്ടെന്ന് ഡിറ്റീറിയേറ്റ് ചെയ്ത് പോവാം അതിന്റെ സ്ട്രക്ചർ. പക്ഷെ ഈ പറയുന്ന നാനോ മെറ്റീരിയൽസ് അതിൽ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ എയർ പൊല്യൂട്ടൻസ് അതിനുള്ളിൽ പോവാതെ അതിനെ തടഞ്ഞു നിർത്താൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള പല ആപ്ലിക്കേഷൻ, മെറ്റീരിയൽ ആപ്ലിക്കേഷൻസിനും ബട്ടർഫ്ലൈ വിങ്സ് അതിന്റെ സ്ട്രക്ചർ, നാനോ സ്ട്രക്ചർ ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. അതുപോലെ മറ്റൊരു ഏരിയ പറഞ്ഞാൽ എന്താണ്, കൂളിംഗ് മെറ്റീരിയൽസ്. ഞാൻ നേരത്തെ പറഞ്ഞു ബട്ടർഫ്ലൈ വിങ്സ് ഹൈഡ്രോഫോബിക് ആണ്. ഹണികോംബ് പോലത്തെ സ്ട്രക്ചേഴ്സ്, ഹോളോ സ്ട്രക്ചേഴ്സ് ഉള്ള ബട്ടർഫ്ലൈ വിങ്സ് ഉണ്ട്. അത് മാത്രമല്ല അവർക്ക് സ്വയം കൂൾ ചെയ്യാനുള്ള, അതായത് എത്ര വലിയ ഹീറ്റ്, മീൻസ് അവരുടെ ടെമ്പറേച്ചർ, ആ വിങ്സിന്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത്, അതൊരു ഒരു എന്താ പറയാ, നമ്മുടെ തലമുടി പോലെ ഒരു ജീവനില്ലാത്തൊരു മെറ്റീരിയൽ അല്ല ഈ വിങ്സ് എന്ന് പറയുമ്പോൾ. സോ ദേ ക്യാൻ കൂൾ ദംസെൽസ് യൂസിങ് ദർ സ്ട്രക്ചറൽ, അതായത് ആ ഹോളോ സ്ട്രക്ചറിനുള്ളിൽ എയർ വെച്ചിട്ട് കൂളിംഗ്, സെൽഫ് കൂളിംഗ് എഫിഷ്യൻസി ഉണ്ട്. ആ സെൽഫ് കൂളിംഗ് എഫിഷ്യൻസിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് റേഡിയേറ്റീവ് കൂളിംഗ് മെറ്റീരിയൽസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അഡ്വാൻസ്ഡ് ഫ്ലൈയിങ് മെഷീൻസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സോ ദീസ് ആർ സം ഓഫ് ദ എക്സാമ്പിൾസ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കുറച്ച് എക്സാമ്പിൾസ് അപ്പോൾ ഇതൊക്കെയാണ്. നമുക്ക് ചുറ്റുമുള്ള നാനോ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പല രീതിയിലുള്ള ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിലുള്ള മെറ്റീരിയൽസും നാനോ ടെക്നോളജിയിൽ ഉപയോഗിക്കപ്പെടുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് ഇനി ഇങ്ങനെ ഇതൊക്കെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മൾ പലതരത്തിലുള്ള ഗവേഷണങ്ങൾ നടക്കുന്നുവെങ്കിലും വി ഷുഡ് ബി ഓൾസോ കെയർഫുൾ അബൌട്ട് ദ ഹാൻഡ്ലിംഗ് ആൻഡ് യൂസേജ് ഓഫ് നാനോ മെറ്റീരിയൽസ്. നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖല കൂടിയാണ് നാനോ മെറ്റീരിയൽസിന്റെ പ്രൊഡക്ഷൻ, യൂസേജ്, ഹാൻഡ്ലിംഗ് ഒക്കെ. അപ്പൊ അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നു. കാരണം സ്മോൾ, ഫോർ എക്സാമ്പിൾ മെഡിസിനിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ, എസ്പെഷ്യലി ബയോമെഡിസിൻ യൂസ് ചെയ്യുമ്പോൾ ശരീരത്തിനുള്ളിൽ അത് കോമ്പാറ്റിബിലിറ്റി പ്രോബ്ലംസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ലാർജർ നാനോ മെറ്റീരിയൽ, ലാർജർ ആവുമ്പോൾ അത് എന്താ പറയാ, വൈറ്റൽ ഓർഗാൻസിൽ അക്യൂമുലേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന കോസ്മെറ്റിക്സിലൊക്കെ പല രീതിയിലുള്ള നാനോ പാർട്ടിക്കിൾസ് ഉണ്ട്. അവ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള യൂസ്ഫുൾ മൈക്രോബ്സ്, സീയിലുള്ള, കടലിലുള്ള മൈക്രോബ്സിനെയൊക്കെ നശിപ്പിക്കും. പിന്നെ എന്താ പറയാ, ഈ മീനുകളുടെയൊക്കെ ഭക്ഷണം എന്ന് പറയുന്ന വളരെ ചെറിയ ആൽഗകളൊക്കെയാണ്. അപ്പോൾ ഇതിലൊക്കെ അത് പറ്റി പിടിച്ചിട്ട് അത് അവരുടെയൊക്കെ മറൈൻ ലൈഫിന് ഒരു ചലഞ്ച് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ എക്കോസിസ്റ്റത്തിന് മൊത്തത്തിൽ അതൊരു പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ സോയിൽ ബാക്ടീരിയ നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ എല്ലാ സാങ്കേതിക വിദ്യയിലും ഉള്ളതുപോലെ തന്നെ നാനോ ടെക്നോളജിയിലും ഉണ്ട്. പക്ഷെ അതേസമയം അതിനെ നമ്മൾ പ്രൊയാക്റ്റീവായിട്ട് അപ്രോച്ച് ചെയ്താൽ, അതായത് ഒരു ബാലൻസിങ് അപ്രോച്ച്, പ്രകൃതിയിലുള്ള ഇങ്ങനെയുള്ള വലിയ ഉപയോഗമുള്ള പല ടെക്നോളജികളും പല എക്സാമ്പിൾസ് നമ്മൾ എടുക്കുകയും അതേസമയം യൂസ്ഫുൾ ആയി യൂസ് ചെയ്യുകയും ചെയ്താൽ, വളരെ എന്താ പറയാ, ശ്രദ്ധയോടെ കൈകാര്യം ചെയ്താൽ നമുക്ക് വളരെയധികം പ്രയോജനം ഫ്യൂച്ചറിൽ ഇനിയും ഉണ്ടാകാനുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് നാനോ ടെക്നോളജി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചെറിയ ടോക്ക് ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്നോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. Okay, first question, give a company which implies practical application of graphene. എനിക്ക് അങ്ങനെ പെട്ടെന്നൊരു കമ്പനിയുടെ പേര് പറയാൻ അറിയില്ല, പക്ഷെ ഒരു ഗൂഗിൾ ചെയ്താൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും, ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റും.
അടുത്ത ക്വസ്റ്റ്യൻ നിഷാദ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. While the potential application of graphene is interesting and we are all aware of its structure and strength in a laboratory setting, could you give? ഇല്ല, അതാ ഞാൻ പറഞ്ഞത്, അതിന്റെ ആൻസർ ഞാൻ പറഞ്ഞത്. ആക്ച്വലി അത് കാരണം there are maybe many companies which may be producing graphene. Mainly റീസൺ എന്താന്ന് വെച്ചാൽ ഞാൻ ആ ഒരു എന്താ പറയുക ഇൻഡസ്ട്രിയൽ രീതിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് എനിക്ക് പെട്ടെന്നൊരു നെയിം പറയാറില്ല. പക്ഷെ ഒബ്വിയസ്ലി എനിക്ക് അതിന് ആൻസർ തരാൻ പറ്റും. ഒന്നുകിൽ ഇന്റർനെറ്റ് സെർച്ച് അല്ലെങ്കിൽ എൻ്റെ ഒരു ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചിട്ട് പറയാൻ പറ്റും. പക്ഷെ പെട്ടെന്നൊരു ഇതെനിക്ക് ഓർമ്മ വരുന്ന എന്താന്ന് വെച്ചാൽ സാംസങ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് എവിടെ വായിച്ച പോലെ ഒരു ഓർമ്മ, എനിക്ക് ഉറപ്പില്ല. പക്ഷെ അവരുടെ ടെക്നോളജിയിൽ ഈ ബാറ്ററി മെറ്റീരിയൽസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഏത് കമ്പനിയാണ് അത് മാനുഫാക്ചർ ചെയ്യുന്നത് എന്നൊരു പേര് എനിക്കറിയില്ല കറന്റ്. Okay. What exactly is the method that we use to create two-dimensional materials like graphene in contrast with the day-to-day three-dimensional materials? ഓക്കെ, ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതിൽ കൂടുതലും ആൾക്കാർ ഈസി മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ സിന്തസിസ് ആണ്. അതായത് ലിക്വിഡ് മെത്തേഡ്സ്, കെമിസ്ട്രി ബേസ്ഡ് ലിക്വിഡ് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുക. പിന്നെ സ്കോച്ച് ടേപ്പ് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയും ചില മെത്തേഡ്സ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് ആൾക്കാർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സൊല്യൂഷൻ മെത്തേഡ്സ് ആണ്, കെമിസ്ട്രി ബേസ്ഡ് സൊല്യൂഷൻ മെത്തേഡ്സ്. Tesla is not even considering graphene batteries. അതിനെക്കുറിച്ച് അറിയില്ല ആക്ച്വലി. ഓക്കെ, അതിൽ മുമ്പത്തെ ചോദ്യം ഞാൻ ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും നമുക്കൊരു ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ ലെവലിലൊന്നും നമുക്കൊരു മെറ്റീരിയലിനെ കാണാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു പോസിബിലിറ്റി ഇപ്പോഴും സയൻസിന് പറ്റിയിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് കൃത്യമായിട്ടും ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു ആറ്റത്തിന്റെ തിക്നെസ്സേ ഉള്ളൂ. അപ്പൊ ടു ഡയമെൻഷണൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് കൃത്യമായിട്ടും അത് ഈവൻ പ്രാക്ടിക്കൽ സ്കെയിലിൽ അത് പോസിബിൾ ആവുന്നത് എങ്ങനെയാണെന്നാണ് എന്റെ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതല്ലേ ചോദിച്ചത്? അതെ, അതായത് ഇപ്പൊ നമുക്ക് ലെങ്ത്, ബ്രെഡ്ത്ത്, വിഡ്ത്ത് ഒരു ആറ്റത്തിന്റെ വിഡ്ത്ത് ഉള്ളൂ എന്ന് ഉറപ്പിച്ച് പറയാവുന്ന വിധത്തിൽ നമുക്ക് എങ്ങനെയാണ് ഒരു മെറ്റീരിയൽ ഉണ്ടാക്കാൻ സാധിക്കുന്നത്, ആ പ്രാക്ടിക്കലായിട്ട് അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് അതായിരുന്നു എന്റെ സംശയം ആക്ച്വലി. അതിന്റെ ആക്ച്വലി ആദ്യം ഈ നോബൽ പ്രൈസ് കിട്ടിയ ആ കണ്ടുപിടുത്തം തന്നെ അവർ ഉദ്ദേശിച്ച മെത്തേഡിന്റെ പേര് സ്കോച്ച് ടേപ്പ് മെത്തേഡ് എന്നെങ്ങാണ്ടാണ്. അതായത് അതിന്റെ അത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ എങ്ങനെ പറയാം, നമ്മളിങ്ങനെ ഓരോ ലെയർ ആയിട്ട് ഇങ്ങനെ ഇളക്കി മാറ്റുന്ന പോലെ. അതായത് ഒരു ലേമൻ ടേംസിൽ പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു സെലോ ടേപ്പ് ഒട്ടിച്ച് വെച്ചിട്ട് അതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഒരു ലെയർ ഇങ്ങനെ ഇളക്കി വരൂലേ, ആ ഒരു രീതിയിൽ പോലും അതിനെ ഇളക്കി എടുക്കാൻ പറ്റും. അത്തരത്തിലുള്ള ടെക്നോളജി ഡെവലപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോ അതില് ബൈ സം മീൻസ് നമുക്ക് മാക്സിമം അതില് ഒരു ആറ്റത്തിന്റെ തിക്നെസ് ഉണ്ടാവുള്ളൂ എന്നുള്ളത് ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി നമുക്കത് സ്ഥിരീകരിക്കാവുന്ന മെത്തേഡ്സ് ഉണ്ട് അല്ലേ? ഉണ്ട്. പിന്നെ ഹൈ റെസൊല്യൂഷൻ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, SEM, HRTM ഇങ്ങനെയൊക്കെയുള്ള മെത്തേഡ്സ് ഉണ്ട്. അതായത് അത്രയും റെസൊല്യൂഷനുള്ള വിഷ്വലൈസിങ് ടെക്നോളജി ഉണ്ട് ഇപ്പോ നമുക്ക് കാണാൻ പറ്റും. ഈ ക്യാൻസറില് ഇത് സക്സസ്ഫുൾ ആണോ? ഇതിനകത്ത് കുറെ പിറ്റ്ഫോൾസ് ആയിരുന്നല്ലോ ഇനീഷ്യൽ സ്റ്റഡീസിലൊക്കെ വന്നത്. കാരണം ഈ നാനോ പാർട്ടിക്കിൾസ് കൂടുതലും ലിവറിൽ ആണ് അബ്സോർപ്ഷൻ നടക്കുന്നത്, ട്യൂമർ സൈറ്റ്സിലോട്ട് ചെല്ലുന്നില്ല എന്നൊക്കെയുള്ള സ്റ്റഡീസ് ഉണ്ടല്ലോ. ഇതൊന്നും എന്താ പറയുക 25 വർഷമൊന്നും ആയിട്ടില്ലല്ലോ നാനോ ടെക്നോളജി അല്ല ഇതിന്റെ ഡെവലപ്മെന്റ്സ് വന്നിട്ട്. ദിസ് ഈസ് ഗോയിങ് ഓൺ. ഇതുപോലെയുള്ള സൈഡ് എഫക്ട്സ് ഉറപ്പായിട്ടുണ്ടാവും. സൈഡ് എഫക്ട് ഇല്ലാത്ത ഒരു അലോപ്പതിയിൽ അത് ഡോക്യുമെന്റ് ചെയ്യപ്പെടുന്നുണ്ട്. എന്താ പറയാ, ആപ്ലിക്കേഷൻസ് നടക്കുന്നുണ്ട്, പരീക്ഷണ സ്റ്റേജിൽ ആയ കാര്യങ്ങളുണ്ട്, സക്സസ്ഫുൾ ആയി പേറ്റന്റഡ് ആയ കാര്യങ്ങളുണ്ട്. ഒരു ഫൈനൽ ആൻസർ ഇപ്പൊ ക്യാൻസറിന് കീമോതെറാപ്പിയും എഫിഷ്യന്റ് അല്ലല്ലോ, ഫുള്ളി എഫിഷ്യന്റ് അല്ലല്ലോ. സോ എന്താ പറയാ, എന്ന് വെച്ച് റിസർച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. റിസർച്ച് ഈസ് ഗോയിങ് ഓൺ. പ്രോബ്ലംസ് കണ്ടുപിടിക്കുന്നുണ്ട്, അതിനെ റെക്ടിഫൈ ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഓൺ ദ ഹോൾ മാഗ്നറ്റിക് നാനോ പാർട്ടിക്കിൾസ്
അതുവരെ ഉണ്ടായിരുന്ന പല പോരായ്മകളെയും പരിഹരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വായിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഒരാൾ ചോദിച്ചിട്ടുണ്ട്, ഹോമിയോപ്പതിയും നാനോ ടെക്നോളജിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? കാരണം ഹോമിയോക്കാർ നാനോ ടെക്നോളജി വെച്ചാണ് ഡിഫെൻഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എൻ ഏരിയ ഐ ഡോണ്ട് വാണ്ട് ടു ടച്ച് ബിക്കോസ് എനിക്കറിയില്ല, ഹോമിയോപ്പതിയെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. എനിക്ക് കുറച്ചെങ്കിലും അറിയാവുന്നത് നാനോ ടെക്നോളജിയാണ്. ഹോമിയോക്കാർ നാനോ ടെക്നോളജി അവരുടെ മെറ്റീരിയൽസ് അവര് റിസർച്ച് ചെയ്തിട്ടാണോ ഡിഫെൻഡ് ചെയ്തത് എനിക്ക് ശരിക്കും അറിയില്ല. അത് നിത്യജീവിതത്തിൽ നാനോ ടെക്നോളജി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോഴും ഒരു ധാരണയായിട്ടില്ല. നിത്യജീവിതത്തിൽ ഞാൻ പറഞ്ഞ 1-2 എക്സാമ്പിൾസ് ഇതൊക്കെയാണ്. ഈ സൺസ്ക്രീൻ ലോഷനിലൊക്കെ നാനോ പാർട്ടിക്കിൾസ് ഉണ്ട്. പിന്നെ എന്താ പറയാ, നമ്മൾ യൂസ് ചെയ്യുന്ന ബട്ടർ, ശരിക്കും പറഞ്ഞ പാലിനെ അവര് ബട്ടറാക്കി മാറ്റുമ്പോൾ അവിടെയും ശരിക്കും നാനോ പാർട്ടിക്കിൾസിന്റെ ഇഫക്റ്റ് ആണ് അവിടെ യൂസ് ചെയ്യുക. ഞാൻ ഒരു സ്ലൈഡ് ഇടയ്ക്ക് കാണിച്ചിട്ടുണ്ടല്ലോ. പിന്നെന്താ പറയാ, ഈ കാണിച്ച ഈ കറ്റാലിറ്റിക് ആപ്ലിക്കേഷൻസ് നമ്മൾ അറിയാതെ തന്നെ നമ്മളിപ്പോ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസസ് ഫോർ എക്സാമ്പിൾ, അതിലൊക്കെ ഈ നാനോ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുക. കുറച്ച് ഏത് കമ്പനി ഏത് ഇത് യൂസ് ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിയില്ല. പക്ഷെ ഒബ്വിയസ്ലി മാഗ്നറ്റിക് സ്റ്റോറേജ് കപ്പാസിറ്റി ഒക്കെ നാനോ ഡയമെൻഷൻസിലാവുമ്പോഴത്തേക്ക് അത് കൂടുതലാണ്. പിന്നെ ഇനി ഫ്യൂച്ചർ വേറൊരു, ഇപ്പോഴത്തെ ശരിക്കും പറഞ്ഞാല് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ആണ് അടുത്ത് വരാൻ പോണ ഏറ്റവും വലിയൊരു സംഭവം. ഇപ്പൊ ഓൾറെഡി അത് വന്നു കഴിഞ്ഞു, ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് ഒക്കെ. സോ നാനോ ടെക്നോളജിക്ക് ഏറ്റവും അധികം ആപ്ലിക്കേഷൻ വരാൻ പോകുന്ന ഒരു ഫീൽഡാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ കൺവെൻഷണൽ കമ്പ്യൂട്ടിങ്ങിനെയൊക്കെ 10 മടങ്ങ് ഫാസ്റ്റർ ആക്കാൻ പറ്റുന്ന ഒരു എന്താ പറയാ ഐഡിയ ആണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. അപ്പൊ അതിനും ശരിക്കും നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഇങ്ങനത്തെ നാനോ ഡയമെൻഷൻസിനെയാണ്. സോ അതിനുള്ള മെറ്റീരിയൽസ്, എസ്പെഷ്യലി മെറ്റീരിയൽ ഡെവലപ്മെന്റ് പാർട്ടിൽ ഈ നാനോ ടെക്നോളജിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഏത് ടെക്നോളജി വന്നാലും compared to bulk materials, nano materials are way better. നാനോ ടെക്നോളജിനെ കുറിച്ചൊക്കെ വായിക്കുമ്പോഴേ ഒരു സയൻസ് ഫിക്ഷൻ വായിക്കുന്ന പോലെയാണ് അത് വായിച്ച് പോകാറ്. അപ്പൊ അത് ഇത് ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള സയൻസിന്റെ ഒരു, അപ്പൊ അങ്ങനെ വായിക്കുമ്പോൾ അതൊരു അത് ഫിക്ഷൻ ആണോ റിയാലിറ്റി ആണോ എന്ന് എപ്പോഴും ഒരു സംശയം തോന്നുന്ന വിധത്തിലാണ്. എന്ന് പറഞ്ഞാൽ അത്രയും ആശ്ചര്യജനകമാണ് ആ ടെക്നോളജി. അതുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോ ഈ പറഞ്ഞ അത് മെഡിക്കൽ രംഗത്ത് നാനോ പാർട്ടിക്കിൾസ് വന്ന് നമ്മൾ ബ്ലഡിൽ നാനോ ബോട്ട്സ് കടത്തി വിട്ട് ഇപ്പൊ ചില ക്യാൻസറസ് ആയിട്ടുള്ള ചില സെല്ലുകളെ മാത്രം അത് ടാർഗറ്റ് ചെയ്ത് അത് ചെയ്യുന്നു എന്ന് പറയുന്ന അതൊക്കെ ഇതിപ്പോ ഒരു ആറ്റത്തിന്റെ അല്ലെങ്കിൽ ഒരു മോളിക്യൂളിന്റെ ഒക്കെ ലെവലിലുള്ള അത്രയും ചെറിയ സാധനമാണെങ്കിൽ അതിനെങ്ങനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്? ലൈക്ക് ഈ ഒരു പർട്ടിക്കുലർ സെല്ലിൽ തന്നെ ചെന്ന് അതിനെ ഡിസ്ട്രോയ് ചെയ്യണം. ആ കൺട്രോളിംഗ് ഒക്കെ എങ്ങനെയായിരിക്കും? കെമിക്കൽ ഇതാണോ, ഫിസിക്കൽ ആണോ? ബയോസെൻസിങ്, അതിനെ ബയോസെൻസിങ് എന്ന് പറയാം. നമ്മളിപ്പോ ശരിക്കും പറഞ്ഞാല് നമ്മൾ ഈ കടത്തി വിടുന്ന പാർട്ടിക്കിൾസിന് ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടി ഉണ്ടാവും. അതായത് ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു മാഗ്നറ്റിക്, ഞാൻ ആ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഈ താങ്കൾ ഇരിക്കുന്ന ടേബിളിൽ ഒരു കാന്തം ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനടുത്തേക്ക് നമ്മൾ ഒരു കാന്തത്തിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു സാധനം കൊണ്ടുപോയാലേ അത് ഒട്ടിപ്പിടിക്കുള്ളൂ, അല്ലെ? പ്ലാസ്റ്റിക്കിനെ അത് ഒട്ടിപ്പിടിക്കൂല. അത് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുക. അതുപോലത്തെ, അതായത് ആ ക്യാൻസറസ് സെല്ലിന് ഒരു പ്രോപ്പർട്ടി ഉണ്ടാവും. നമ്മുടെ മോളിക്യൂൾ ഉള്ളിൽ പോകുമ്പോൾ അത് ആ ക്യാൻസറസ് സെല്ലിനെ മാത്രമേ അത് ഡിറ്റക്ട് ചെയ്യുള്ളൂ. ഐ മീൻ അതിന് മാത്രം കെമിക്കൽ പ്രോപ്പർട്ടീസ് ആയിരിക്കില്ലേ, ഓപ്പോസിറ്റ് കെമിക്കൽ റിസപ്റ്റേഴ്സ് പോലെ നമ്മുടെ മെയിൻലി ശരിക്കും ഈ മെഡിസിനിൽ യൂസ് ചെയ്യുന്നത് കൊബാൾട്ട്, അതായത് ഈ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഉള്ള നാനോ പാർട്ടിക്കിൾസ് ആയിരിക്കും. അത് എന്തെങ്കിലും ഒരു അവിടുത്തെ ക്യാൻസർ സെൽസിന്റെ പ്രോപ്പർട്ടിയുമായി മാച്ച് ചെയ്യുന്ന പ്രോപ്പർട്ടി ഉള്ള, അത് അതിനെ മാത്രം ഡിറ്റക്ട് ചെയ്യുന്ന, അതിൽ മാത്രം പോയി. ഞാനൊരു റഫ് എക്സാമ്പിൾ ആണ് പറഞ്ഞത്. ഒരു കാന്തത്തിൽ ഒരു പ്ലാസ്റ്റിക് ഒട്ടിപ്പിടിക്കില്ല. അതുപോലെ എന്തെങ്കിലും ഒരു ടാർഗറ്റ് പ്രോപ്പർട്ടി ഉണ്ടാവും. ആ ടാർഗറ്റ് പ്രോപ്പർട്ടി മാച്ച് ചെയ്യുന്ന മെഡിസിൻ ആയിരിക്കും ഉള്ളിൽ പോവുക. അല്ലാതെ അതാണ് ആ ഒരു ഏരിയയിൽ പോയിട്ട് അതിനെ മാത്രം എന്താ പറയാ, അതിന്റെ DNA മാത്രം അതിനെ ടാർഗറ്റ് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ. പിന്നെ ജനറൽ ആയിട്ടുള്ള ഒരു സംശയം, ഇപ്പോ ഈ മെഡിസിൻ രംഗത്തുള്ള ഗവേണിംഗ് ബോഡീസ് ആയിട്ടുള്ള ഇപ്പോ US-ലെ FDA പോലെയുള്ള അവരൊക്കെ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഈ നാനോ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ നാനോ ടെക്നോളജി യൂസ് ചെയ്യുന്ന മെഡിസിൻസ് ഓൾറെഡി ഇംപ്ലിമെന്റഡ് ആണോ, അതോ ഇതൊക്കെ റിസർച്ചിങ് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് സ്റ്റേജിൽ ഇരിക്കുന്നതാണോ, അതോ ഓൾറെഡി ഇത് ഇംപ്ലിമെന്റഡ് ആണോ?
ഓൾറെഡി ഇംപ്ലിമെന്റഡ് ആണ് എന്നുള്ളത് എല്ലാം അല്ലെങ്കിൽ പോലും മീൻസ് ദിസ് വിൽ ബി ലൈക്ക് എൻ ഓൺ ഗോയിങ് പ്രോസസ്. ഒരു മെഡിസിൻ മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ ഇതൊരു ജനറൽ നോളജ് വെച്ചിട്ട് ഞാൻ പറയുന്നതാണ്, നോട്ട് പെർട്ടൈനിങ് ടു നാനോ എസ്പെഷ്യലി. ഇപ്പൊ നമ്മുടെ കോവിഡ് വാക്സിൻ തന്നെ നമ്മൾ കാണുന്നുണ്ട്, അത് പെട്ടെന്നൊരു മെഡിസിൻ വന്ന ഉടനെ അങ്ങ് അപ്രൂവൽ കിട്ടി അത് യൂസ് ചെയ്യില്ലല്ലോ. അതിന് അതിൻ്റെതായ ട്രയൽസ് ആൻഡ് എറേഴ്സ് ആൻഡ് മെനി എന്താ പറയാ വെരിഫിക്കേഷൻസ് കഴിഞ്ഞിട്ടായിരിക്കും ഒരു മെഡിസിൻ മാർക്കറ്റിൽ. അങ്ങനെ കഴിഞ്ഞിട്ട് ഇപ്പം ഏതെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടോ അതല്ല ഉദ്ദേശിക്കുന്നത് മോഹൻലാൽ? അതെ അതെ അതെ, അതാണ് ഉദ്ദേശിച്ചത്. ഒരു പ്രത്യേകിച്ച് ഒരു പേര് പറയാൻ എനിക്കറിയില്ല. ഒരു വൈഡ് എന്റെ നോളജ് വെച്ചിട്ട് അങ്ങനെയുള്ള ഒരുപാട് ടെക്നോളജീസ് ആപ്ലിക്കേഷൻ ലെവലിൽ പോയത് കൊണ്ടാണല്ലോ ആർട്ടിക്കിൾസിൽ അവർ എഴുതുന്നത്. ഓക്കെ, ദിസ് ഈസ് സക്സസ്ഫുള്ളി യൂസ്ഡ് എന്നുള്ള രീതിയിൽ. അപ്പൊ അതിന് പ്രൂഫ് ഇല്ലേ? അതാ ഞാൻ പറഞ്ഞേ, അങ്ങനെയുള്ള മെറ്റീരിയൽസ് ഉണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ റൈറ്റ് നൗ പെട്ടെന്ന് ചോദിച്ചാൽ ഏത് മെറ്റീരിയൽ എവിടെ യൂസ് ചെയ്തു അല്ലെങ്കിൽ ഏത് കമ്പനി മാനുഫാക്ചർ ചെയ്തു എന്നുള്ള ഒരു ആൻസർ പറയാൻ എനിക്കറിയില്ല. Okay. How safe is the preparation of nanoparticles in our labs? നാനോ പാർട്ടിക്കിൾസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ സേഫ്റ്റി പ്രിക്കോഷൻസ് എടുത്ത് തന്നെ ചെയ്യണം. ബിക്കോസ് ഈസിലി ഇൻഹെയിൽ ചെയ്തൊക്കെ പോവാം എന്നുള്ള കാര്യങ്ങളാണ്. സോ യു ഹാവ് ടു ലൈക്ക് ലാബ്സിൽ നോർമലി റിസർച്ച് ലാബ്സിൽ എല്ലാ പ്രിക്കോഷൻസ് എടുത്ത് തന്നെയാണ് ഹാൻഡിൽ ചെയ്യുക. എന്താ പറയാ? യെസ്. Yes. My name is Neerja. I'm studying in 9th standard. Okay. Recently, I have been studying chemistry, so I have been going through the chapter atoms and molecules. So I had come across this word nanometer. So even ma'am has explained a little bit about that. So I just wanted to know how, if I'm getting interested in future in the nanotechnology stream, how do I make my career in it? How do I move forward with that? Okay, if you are interested in making a career in nanotechnology, first you have to make your science very thorough. Like you have to first learn science, maths, chemistry, etc. And after you do that, you can choose to go to a career focusing on nanotechnology. Maybe you can do a doctorate in nanotechnology. You can do a PhD and move forward, or you can do a master's and then go for a career in industry. There are many options, but first you have to go making a thorough foundation in basic sciences. I would say like maths and science. Okay. ഈ നാനോ പാർട്ടിക്കിൾസിൽ വർക്ക് ചെയ്യുന്നവരുടെ ഓക്യുപേഷണൽ ഹസാർഡ്സിനെ പറ്റിയിട്ടുള്ള സ്റ്റഡീസ് വല്ലതും നടന്നിട്ടുണ്ടോ ഇതുവരെയായിട്ട്? നടന്നിട്ടുണ്ടാവണം. ബിക്കോസ് നാനോ പാർട്ടിക്കിൾസ് റഫ്ലി ഹാൻഡിൽ ചെയ്യാറില്ല ഞാൻ കണ്ടിടത്തോളം ഞങ്ങളുടെ ലാബിലൊന്നും. സോ ഒബ്വിയസ്ലി ദർ ഷുഡ് ബി സ്റ്റഡീസ്. ഈ ഓയിൽ സ്പില്ലേജ് ആ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ നാനോ ടെക്നോളജി കഴിയുന്നുണ്ടോ? ഓയിൽ സ്പില്ലേജ് അറിയില്ല, അങ്ങനെ ഡയറക്ട്ലി യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ആ ഒരു സ്റ്റഡീസ് നടക്കുന്നുണ്ടാവാം. പക്ഷെ ഞാൻ ഒരിക്കൽ വായിച്ചിരുന്നത് സർട്ടൻ ബാക്ടീരിയ ക്യാൻ ഡു സംതിങ് റിഗാർഡിംഗ് ദാറ്റ് ഓയിൽ സ്പില്ലേജിനെ. പക്ഷെ അങ്ങനെ ആയാലും അത് ഒരു നാനോ ടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ തന്നെ വിചാരിക്കാം. ബിക്കോസ് ബാക്ടീരിയൽ ഡയമെൻഷൻസ് ആർ ഒബ്വിയസ്ലി നോട്ട് ഇൻ മീറ്റർ ഓർ സെന്റിമീറ്റർ. സോ ഡയറക്ട്ലി അങ്ങനെ അറിയില്ല, അങ്ങനെ ഒരു നാനോ മെറ്റീരിയൽ എടുത്തിട്ട് ഓയിലിനെ പെട്ടെന്ന് മാറ്റാൻ പറ്റുമോ എന്നറിയില്ല. ഏറ്റവും കൂടുതൽ മാർക്കറ്റില് ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു വാക്കല്ലേ നാനോ ടെക്നോളജി? കാരണം നമ്മുടെ ക്ലിനിക്കിലോട്ടൊക്കെ എന്ത് പ്രൊഡക്റ്റ് കൊണ്ടുവന്നാലും, എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു തലോണ കൊണ്ടുവന്നാല് തൊട്ടിട്ട് എന്ത് സാധനം കൊണ്ടുവന്നാലും സൈഡില് ഈ നാനോ ടെക്നോളജി എന്നുള്ള വാക്ക് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ ക്ലിനിക്കിലൊക്കെ എന്ത് പ്രൊഡക്റ്റ് കൊണ്ടുവന്നാലും അതിന്റെ അറ്റത്ത് നാനോ ടെക്നോളജി എന്ന് എഴുതിയിട്ടായിരിക്കും വരുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് യൂസ് ചെയ്യുന്ന സമയത്ത് അതിന് മുമ്പ് ഉണ്ടായിരുന്ന പ്രൊഡക്ട്സിൽ നിന്നുകൊണ്ടൊന്നും ഒരു വ്യത്യാസവും അന്ന് ഞാൻ കണ്ടില്ല. I'm a dentist. So we use a lot of restorative materials like composites. So can you hear me? Yeah, I'm hearing you. Yeah, so most of the time they come up with these products telling they are nanotechnology. And in fact, I've been practicing this for the past 22 years. I haven't seen much of a difference in that. So I really don't know what exactly was happening there. Even they are not able to tell us
what is the difference between the previous product and this. അതിന്റെ ഒരു ഇതായിട്ട് how can we bifurcate from the original and the duplicate nano? Yeah. എനിക്ക് തോന്നുന്നു ഈ ഒരു ഡെന്റൽ ഏരിയയിൽ കൂടുതൽ ഡെന്റൽ മാത്രമല്ല പൊതുവെ ഏത് ഫീൽഡിൽ നാനോ ടെക്നോളജി വരുന്നുണ്ടെങ്കിലും അപ്പം അത് ശരിക്കും വരുന്നതും കപടമായിട്ട് വരുന്നതും നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്നുള്ളത് ഒരു കോമൺ മാനെ തിരിച്ചറിയാൻ പറ്റില്ല. ഒബ്വിയസ്ലി ഈവൻ എനിക്കും തിരിച്ചറിയാൻ പറ്റില്ല. ഇപ്പൊ ഒരാൾ വന്നിട്ട് ഇത് നാനോയാണ്, അതെനിക്ക് തോന്നുന്നു അതൊരു കോമൺ മാന്റെ കയ്യിലല്ല. ആ കാര്യങ്ങളൊക്കെ ഒരു കൺട്രിയുടെ സ്റ്റാൻഡേർഡ് ബ്യൂറോ ഓഫ് സ്റ്റാൻഡേർഡ്സ് അങ്ങനെയൊക്കെ ഓരോ ആൾക്കാരില്ലേ, മെട്രിക്സ്, അവരായിരിക്കും ക്വാളിറ്റി കൺട്രോളിലാണ് അത് ചെയ്യേണ്ടത്. പിന്നെ അത് മീൻസ് അതിനുള്ള ബോഡീസ് ആയിരിക്കാം അത് റെഗുലേറ്റ് ചെയ്യേണ്ടത്. പിന്നെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം വാട്ട് ഐ തിങ്കിങ് ഈസ് ഈ ഡെന്റൽ ഏരിയയിൽ ബിക്കോസ് you use lot of nano composites, many composite materials use ചെയ്യുന്ന ഒരു ഏരിയ. അപ്പൊ ഏറ്റവും അധികം ഈ നാനോ മെറ്റീരിയൽസിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ സർഫസ് ഏരിയ ഒരുപാട് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മോളിക്യൂൾസിന് അറ്റാച്ച് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് കമ്പയർഡ് ടു എ ബൾക്ക് മെറ്റീരിയൽ. അപ്പൊ ഒബ്വിയസ്ലി അത് വളരെയധികം ലോ കോസ്റ്റിൽ അവർക്ക് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനും എഫിഷ്യൻസി കൂട്ടാനും സാധിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കാം ഡെന്റൽ ഏരിയയിൽ നാനോ കോമ്പോസിറ്റ്സ് ഉണ്ടെന്നുള്ളതാണ് ക്ലെയിം. അത് തന്നെയാണ് പറഞ്ഞത്. ഒരു പ്രോബ്ലം ഒരു 4-5 years ആയി കാണും ഇങ്ങനത്തെ പ്രോഡക്ട്സ് വരാൻ തുടങ്ങിയിട്ട്. ബട്ട് ദെൻ ഐ ബീൻ പ്രാക്ടീസിങ് ഫോർ ഓൾമോസ്റ്റ് 22 years now. അപ്പം ഇതിന്റെ ഇടയ്ക്ക് ഇതിന് മുമ്പ് കോമ്പോസിറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം the end product or the end results what the patients have, I haven't seen any difference. I mean, I have patients who have done these kind of restorations 20 years back and who are still happy. 15 years back ചെയ്തിട്ടുള്ളതും കുഴപ്പമില്ല. ഇതിനകത്തൊന്നും വലിയ വ്യത്യാസമായിട്ടൊന്നും I didn't see even in the ease of using or the end product. അപ്പം I don't know. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കേ. Yeah, അപ്പൊ അതുകൊണ്ട് അങ്ങനെ അതിനകത്തൊരു end productൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് വന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ബട്ട് നമ്മള് ഇത് പ്രോഡക്ട്സ് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് just because the tagline nano is there, we need to pay a price for that. അപ്പം even I don't see anything much of a benefit coming out of that. Neither I'm basically taxing the patient, because since I'm going to buy this at a higher price, I'm definitely going to charge the patient also accordingly, you know. അപ്പം അതാണ്. അപ്പം ഇവിടെ ഇങ്ങനെ വരുന്നിടത്ത് how do we differentiate എന്നുള്ളത്, like Rajesh asked, how do we know what are the things to be asked when they come up to us with a product telling that this is a nano technology എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ what are the things that I need to ask? Let me add to that. Tony Philip പറഞ്ഞത്, let me add to that. See, I also work in an industry for probably like donkey's years, where we use I mean, there is money is never a concern, you know. That's sort of that's that type of industries. അങ്ങനെയുള്ള ഇൻഡസ്ട്രീസിൽ we look for for batteries, and we heavily invest in technologies that actually can reduce the size of batteries and extend its life. അപ്പോൾ ഗ്രഫീൻ 2013-14 ഈ ഗ്രഫീൻ ടെക്നോളജിയെ കുറിച്ച് ഭയങ്കരമായിട്ട് നമ്മൾ കേൾക്കുകയും, അപ്പൊ അതിൽ തന്നെ the industry, the investors that I work with, അവര് തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഡെവലപ്മെന്റിനും റിസർച്ചിനും ഒക്കെ. ആൻഡ് സ്റ്റിൽ അതിലൊന്നും ഒരു പ്രാക്ടിക്കലായിട്ട് ബാറ്ററി ടെക്നോളജിയിൽ ഒന്നും വന്നിട്ടില്ല. അതൊന്ന്. പിന്നെ അതുപോലെ ഈ ഏവിയേഷൻ ഇൻഡസ്ട്രിയിലായിരുന്നാലും എയറോസ്പേസിലായിരുന്നാലും ഈ നാനോ ടെക്നോളജി എന്നുള്ള വാക്ക് ഒരു 2009-2010 ഭയങ്കര ഒരു ബസ് വേർഡ് ആയിട്ട് എല്ലാ എക്സിബിഷൻസിൽ പോകുമ്പോഴും നമ്മളിത് കേൾക്കാറുള്ളതാണ്. ബട്ട് ഈവൻ ടുഡേ യു വിൽ നോട്ട്, ഈ പെയിന്റിങ്ങിലൊക്കെ വരുന്നുണ്ട് നാനോ പെയിന്റ് കോട്ട്സ്. അതെ, അത് എയറോസ്പേസ് ഇൻഡസ്ട്രിയിലാണെങ്കിലും ലൈനിങ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നോസിൽ ലൈനിങ്സിലൊക്കെ ഇത് വരുന്നുണ്ട്. അത് ദാറ്റ് ഇസ് ദെയർ. ബട്ട് സ്റ്റിൽ ഈ നാനോ ബോട്ട്സ് അതുപോലുള്ള ഈ ബസ് വേർഡ്സ്, I've gone to a lot of such exhibitions. I still have not seen any practical. ആ ഒരു വാക്ക് ഞാൻ കണ്ടുകൊണ്ടാണ് ഞാനത് I got interested. നിത്യജീവിതത്തിൽ എന്ന് പറയുന്നത് ഓക്കെ, that is interesting. അത് മാർക്കറ്റിംഗിലുള്ള ഒരു ചുമ്മാ ഒരു നിഷാദ് ഇപ്പം നാനോ ടെക്നോളജി വരുന്നുണ്ടെങ്കിൽ അതിന് ചീപ്പസ്റ്റ് ആയിരിക്കും എന്നല്ല പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പം ടോണി പറഞ്ഞതുപോലെ നാനോ ടെക്നോളജി ഉള്ളത് കൊണ്ട് കോസ്റ്റ് ദേ ആർ പേയിങ് മോർ എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പൊ അങ്ങനെയാണ് ഇറ്റ് ഷുഡ് ബി ചീപ്പർ. regardless of the cost,
Even if it is not ഇപ്പൊ the ഡോക്ടർ ടോണി പറഞ്ഞതിന് ഞാനൊരു ആൻസർ പറയാം ഫ്രം മൈ ലിമിറ്റഡ് നോളജ്. ഇപ്പൊ ഒരു പുള്ളി പറയുന്നു പേഷ്യൻസിന് അതിന്റെ ഇഫക്റ്റ് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പുള്ളിക്ക് തോന്നുന്നില്ല. See, you haven't done a very systematic study over that, അല്ലേ? പിന്നെ അത് എന്താ പറയാ, ഇത് നമ്മള് ഓക്കെ ഇങ്ങനൊരു പുതിയ ടെക്നോളജി വന്നു, അതിന് അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട്, മനസ്സിലായി. കോമൺ മാന് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഐഡന്റിഫൈ ഹൗ ഫാസ്റ്റ് ആൻഡ് പിന്നെ ഈ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഓരോ പേഷ്യൻസിനെ ഡിപ്പെൻഡ് ചെയ്തും ആയിരിക്കാം. അവരുടെ ഓരോരുത്തരുടെയും എക്സ്പീരിയൻസ് ഡിഫറെന്റ് ആവാം. അവരുടെ ഡിപ്പെൻസ് ഓൺ ഫിസിയോളജിക്കൽ കണ്ടീഷൻസ്. So we cannot generalize this that like അത് ഉപയോഗിച്ചിട്ട് നമുക്കൊരു അതിന് ഈ ടെക്നോളജി ശരിയായില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് വാട്ട് ഐ ക്യാൻ സേ ഫ്രം എ സയൻസ് പെർസ്പെക്റ്റീവ് ഇസ് ഈവൻ നാനോ ഈ പറയുന്ന കോമ്പോസിറ്റ്സിന്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് അതിൽ മോളിക്യൂൾസിനെ അറ്റാച്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് റിയാക്ഷൻ റേറ്റ് കൂടും. അപ്പോൾ അവരുടെ ഈ മെഡിസിന്റെ എഫിഷ്യൻസി കൂടും എന്നുള്ളതാവാം ആ നാനോ കോമ്പോസിറ്റ്സ് അവിടെ യൂസ് ചെയ്യുന്നതിന്റെ ഒരു കാരണം. എഫിഷ്യൻസി കൂടും അല്ലെങ്കിൽ റിയാക്ഷൻ റേറ്റ് കൂടും എന്നുള്ളത് എനിക്ക് നേരിട്ട് അറിയുന്ന കാര്യമാണ്. ബിക്കോസ് ഞാൻ അതിന്റെ തിയററ്റിക്കൽ മോഡലിംഗ് ചെയ്യുന്ന ആളാണ്. ഈ മോളിക്യൂൾസ് സർഫസസിൽ അറ്റാച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ബൾക്കുമായി അറ്റാച്ച് ചെയ്യുന്ന തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ നേരിട്ട് ചെയ്ത് പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഇന്റർനാഷണൽ. That is 100% proven. Next thing, നാനോ ടെക്നോളജി ഡെയിലി ലൈഫ് ഇല്ല എന്ന് പറയുന്നത് നമുക്ക് അത് അറിഞ്ഞുകൂടാ എന്നുള്ളത് ആവാം. ബിക്കോസ് ഈ പല ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സിന്റെയും ബാക്ക്ഗ്രൗണ്ട് ഇവരെന്ത് റിസർച്ച് ആണ് അവിടെ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് റിയലി വി ഡോണ്ട് നോ. നോബഡി നോസ് ബിക്കോസ് വി ആർ നോട്ട് ഗോയിങ് ടു റീഡ് അബൌട്ട് ഇറ്റ് ആൻഡ് there is a gap, but that gap is existing in always every technology. We don't know everything going behind everything, right? Now coming to this nano coatings inde veroru idenike pettannu orma vannathu aeroplanes inde okke body, the structure of the aeroplanes, adu ഇത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ട് മുന്നോട്ട് തന്നെയാണ് സയൻസ് പോകുന്നത്. നാനോ ടെക്നോളജി സയൻസിനെ പുറകിലോട്ടൊന്നും പിടിച്ചു വലിച്ചില്ല, അല്ലെ? ഗ്രാഫീൻ വന്നു ഗ്രാഫീനിലെ റിസർച്ചേഴ്സിന്റെ. So the point is like I somehow felt that you are trying to project it like no, these are not waste. This is there is a problem. I'll tell you what the problem is. We need to be aware of how we can distinguish. Especially people from science has to come forward and give us an idea on how to distinguish press release based science and actual science. അവിടത്തേക്കാണ് ഞാൻ കൊണ്ടുവരുന്നത്. അതായത് there is a lot of bullshit going on in the name of nanotechnology, and if we as scientists keep quiet about it, that is just going to keep amplifying. അത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഹോമിയോപ്പത്തിയിൽ നാനോ ടെക്നോളജി ഉണ്ടെന്ന് പറയുന്നു. എത്ര സയന്റിസ്റ്റ് മുമ്പിലേക്ക് വന്നിട്ട് പറഞ്ഞു ഇത് നാനോ ടെക്നോളജി അല്ല, ഇതിൽ നാനോ ടെക്നോളജിയായിട്ട് യാതൊരു ബന്ധമില്ല. ഇവിടെയാണ് science by silence doesn't work. We need to be vocal about it. Yeah, that's those who are working in science has to be bold enough. അവിടെ നാണിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല. ബോൾഡ് ആയിട്ട് വന്നിട്ട് പറയണം ഇത് സയൻസ് അല്ല, because you're working on it. So there is a responsibility from our side as people who are working. See, I don't think much scientists are telling that homeopathy is a good thing or it should be promoted. Scientists alla parayunnathu enikku thonu scientists alla parayunnathu adu homeo doctor aanu parayunnathu. So I think see when they get a question like this they can answer, like for example if you are asking me like okay you need to have stages, like you cannot go on streets and say that see I'm a scientist, listen to me, homeo technology is fast, nobody will hear you because Galileo ke kallarni vanna samooham adalla ipo nammada ipo ee kekkunna viewers ilonnum ഹോമിയോപ്പതിനെ കുറിച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ഉള്ള ആരും തന്നെ ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. ഇപ്പൊ നമ്മളിത് കേട്ടിരിക്കുന്ന എല്ലാവർക്കും തന്നെ ഹോമിയോപ്പതിനെ കുറിച്ചുള്ള അഭിപ്രായം സെയിം തന്നെയായിരിക്കും, അതിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഡോക്ടർ ടോണി ചോദിച്ചതിന്റെ എസെൻസ് എനിക്ക് മനസ്സിലായത് ഇപ്പൊ നമുക്ക് നാനോ ടെക്നോളജിയോട് ഡയറക്റ്റ് ആയിട്ട് ബന്ധമൊന്നുമില്ലാത്ത ഒരാള് എന്നാൽ ആരെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും പ്രോഡക്റ്റിനെ കുറിച്ച് ഇത് നാനോ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ അതൊരു ജെനുവിൻ ആയിട്ടുള്ള ക്ലെയിം ആണോ, അല്ലെങ്കിൽ അതൊരു ജസ്റ്റ് ഇപ്പൊ ഒരു മാർക്കറ്റിംഗിൽ ബസ് വേർഡ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ഒരു സ്യൂഡോ സയൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണോ എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ എന്താണ് അവരോട് ചോദിക്കേണ്ടത്? എങ്ങനെയാണ് അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുക? ഇത് ശരിക്കും ഒരു ജെനുവിൻ ആയിട്ടുള്ള കാര്യമാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മൾ അവരോട് എന്ത് ചോദ്യമാണ് ചോദിക്കേണ്ടത് എന്നാണ് ഡോക്ടർ ടോണി. I'll just add one more thing.
അവിടെ എക്സാക്ട്ലി മൻലാൽ പറഞ്ഞ തന്നെയായിരുന്നു എനിക്ക് ചോദിക്കേണ്ടത്. ആൻഡ് ലൈക്ക് യു സെഡ്, ഒരു ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിലല്ല ഞാനത് പറഞ്ഞേ. ഐ മീൻ ഈ പ്രോഡക്ട്സ് മേടിക്കുമ്പോൾ അവർ പ്രാക്ടീസ് ഇസ് ലൈക്ക് വി ആർ അറൌണ്ട് 9 dentists വർക്കിംഗ് ടുഗദർ. ഇറ്റ്സ് എ ഗ്രൂപ്പ് പ്രാക്ടീസ്. So we buy the products, we get almost all these products. അപ്പം അത് മേടിച്ചിട്ട് നമ്മുടെ ഇടയിൽ തന്നെ we do a review. So most of them are almost like 25-35 years experience ഉള്ളവർ തന്നെയാണ് ഇതിനകത്ത്. അപ്പം then നമ്മൾ ചിലപ്പോൾ ഇങ്ങനത്തെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ we buy it because we want to see what is there in that, you know. കാരണം ഈ പറയുന്ന കാര്യം തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് പലപ്പോഴും മേടിക്കാറുണ്ട്. ഇങ്ങനെ മേടിച്ചിട്ടുള്ള ഇങ്ങനത്തെ കുറെ പ്രോഡക്ട്സിനകത്ത് ഇതിന് മുമ്പ് ഉണ്ടായിരുന്നതിന് ഒരു പ്രൊഡക്റ്റിനെയാണ് ഇവർ ഇപ്പൊ പുതുതായിട്ട് നാനോ ടെക്നോളജി ആക്കി കൊണ്ടുവന്നേക്കുന്ന ഒരു സാധനമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ കാശ് കൂട്ടി വിടുന്നത്. അത് മേടിച്ചിട്ട് നമുക്ക് ആർക്കും ഇപ്പൊ ലൈക്ക് യു സെഡ്, ഇപ്പൊ എനിക്ക് മാത്രമാണ് എന്നുണ്ടെങ്കിൽ, ലൈക്ക് വി ഹാവൻ ഡൺ എ സ്റ്റഡി ഓൺ ഇറ്റ്, ബട്ട് എനിക്ക് മാത്രമാണ് അത് തോന്നുന്നതെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ പ്രാക്ടീസിൽ ദെൻ ഇറ്റ്സ് ട്രൂ. പക്ഷെ ഞങ്ങൾ വർക്ക് ചെയ്യുന്നതിൽ 8 പേരും 7 പേരും യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ആയിരിക്കും ഇത്. ആ 7 പേർക്കും ഏതാണ്ട് ഒരേ അഭിപ്രായത്തിലോട്ടാണ് അപ്പൊ പലപ്പോഴും ചില പ്രൊഡക്ട്സിന്റെ കാര്യത്തിൽ വരുന്നത്. But that is where, like Manilal said, how do we differentiate it? Another question I chose. Actually, that's very unfortunate situation. See, even നമുക്ക് അവരോട് ചോദിച്ചിട്ടും നമുക്ക് അവർ പറയുന്ന ആൻസർ സാറ്റിസ്ഫൈ ആവുമെന്നുള്ളതിന് യാതൊരു ഗ്യാരണ്ടി ഇല്ല, അല്ലേ? We have to believe whatever they say because we don't have a standard measuring mechanism to know whether they have done nano in it or not done nano in it. My point is like ഇതൊരു ക്വാളിറ്റി കൺട്രോളിന്റെ പ്രശ്നമാണ്, ഇതൊരു നാനോ ടെക്നോളജിയുടെ പ്രശ്നമല്ല. ഒരു പ്രോഡക്റ്റ്, അതായത് that's like believing homeopathy. My point is like ഒരു പ്രോഡക്റ്റ് അവര് നിങ്ങളിപ്പോ എന്ത് ക്വസ്റ്റ്യൻ അവരോട് ചോദിക്കും? ഓക്കെ, യു ടെൽ മീ ദ മെത്തേഡ് ഇൻ വിച്ച് ഇറ്റ് ഈസ് സിന്തസൈസ്ഡ്. ഇപ്പൊ അവര് നിങ്ങൾക്ക് പറഞ്ഞു തരാണ്, ഓക്കെ ഇന്ന മെത്തേഡിൽ ഇത് സിന്തസൈസ് ചെയ്തു, അപ്പൊ നിങ്ങൾ വിശ്വസിക്കും. പക്ഷെ അവരങ്ങനെ മെത്തേഡ് സിന്തസൈസ് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് യാതൊരു തെളിവില്ലല്ലേ? സോ ദാറ്റ് മെറ്റീരിയൽ ഇപ്പൊ ഇത് ഓരോ കൺട്രിയിലും എനിക്ക് തോന്നുന്നു ഇതൊരു ഡിഫറെന്റ് സെനാരിയോ ആണ്. ഡോക്ടർ പറഞ്ഞത് I understand perfectly, but this is nothing in your hand or my hand or in a common man's hand. This has to be like ഈ മെഡിസിൻ ഒക്കെ ഓരോ കൺട്രിയിലും അല്ലെങ്കിൽ ഓരോ സ്ഥലത്തും മെഡിസിൻസ് ഒക്കെ അപ്രൂവ് ചെയ്യുന്ന ഒരു ബോഡി ഉണ്ടാവില്ലേ? They have to test it. They have to test it. Nanotechnology regulatory authority. അതുപോലെ ഒരു റെഗുലേഷൻ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി അഷുറൻസ് പീപ്പിൾ ഉണ്ടാവണം ഇതിനൊക്കെ. ആർക്കും പറ്റും. ഈവൻ മെഡിസിൻസിന്റെ കാര്യമായാലും നമ്മൾ ഉള്ളിൽ കഴിക്കുന്ന മെഡിസിൻസ് ആയാലും സെയിം അപ്ലൈസ് ടു ദെയർ ഓൾസോ. ഇപ്പൊ ഓർഗാനിക് ഫാമിങ്ങിന് സ്റ്റാൻഡേർഡ്സ് ആൻഡ് റെഗുലേറ്ററി ബോഡീസ് ലോകത്തിൽ പലയിടത്തും എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഉള്ള ഒരു മൂവ് ഉണ്ട്. ബട്ട് അതിന് പലർക്കും പല ടൈപ്പിലാണ് ഈ ഓർഗാനിക് എന്നുള്ളതിന്റെ ഡെഫിനിഷൻ കൊണ്ടുവരുന്നത്. ബട്ട് ഇറ്റ് ഇസ് സ്റ്റിൽ ഇൻ ഇറ്റ്സ് ഇൻഫൻസി. ഐ എം നോട്ട് സെയിങ് ഓർഗാനിക് ഫാമിംഗ് ഇസ് ആക്ച്വലി ട്രൂ ആൻഡ് റൈറ്റ്. ഇപ്പൊ ഹലാൽ എന്ന് പറയും പോലെ ഹലാൽ ഫുഡ് എന്ന് പറയുമ്പോൾ അതിന് മലേഷ്യയിലും ഇന്തോനേഷ്യയിലും UAE ഒക്കെ ഹലാൽ എന്ന് സർട്ടിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു കുറെ കോഡ്സ് ഓഫ് കോണ്ടക്റ്റും ഐ മീൻ എന്താ പറയാ ആ ഫുഡ് പ്രൊഡക്ഷൻ മെക്കാനിസത്തിനൊക്കെ കുറെ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതേപോലെ ഉള്ള ഈ നാനോ ടെക്നോളജി ആൻഡ് ഓൾ ദീസ് ന്യൂ അപ്കമിങ് എമർജിങ് ടെക്നോളജീസിന് അങ്ങനെ ഒരു റെഗുലേറ്ററി ഒരു സം കൈൻഡ് ഓഫ് കോഡ്സ് കൊണ്ടുവരുന്നത് നന്നായിരിക്കും. ബിക്കോസ് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ ഒരു മെക്കാനിസം ഇല്ലേ അവിടെ? ഇല്ല, there isn't any. Because no, from the perspective of ഗ്രാഫീനിന്റെ കാര്യത്തിലാണ് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത്. ബിക്കോസ് ബാറ്ററീസ് അതുപോലെ കപ്പാസിറ്റേഴ്സ് മനസ്സിലായി. ഞാൻ പറഞ്ഞു വന്നത് ഗ്രാഫീൻ, ഐ ജസ്റ്റ് ടോൾഡ് an example. നാനോ ടെക്നോളജി അല്ലെങ്കിൽ ബാറ്ററി ടെക്നോളജി ഗ്രാഫീൻ മാത്രമല്ല യൂസ് ചെയ്യുക. there are lithium ion batteries. There are batteries based on lot of oxides. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. ബിക്കോസ് ഗ്രാഫീൻ യൂസ് ചെയ്തിട്ടുണ്ടാവുമോ ഉണ്ടാവില്ലയോ ആ ഒരു I am only talking about the academic side of it. Okay, these are the things, some materials which has been used and which has been research is ongoing. But still graphene is a very very wonderful material because graphene പോലെ നമുക്ക് മോഡുലേറ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മെറ്റീരിയൽ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇത്രയും പുതിയ മെറ്റീരിയൽസ് വന്നിട്ട് പോലും. സോ you don't know what will happen. Like maybe next day it can become a super material, who knows? So the thing is like ipo battery technology lead ചെയ്യുന്നത് ഗ്രാഫീൻ ആണെന്ന് ഞാൻ പറയുന്നില്ല. but my point is like there are many new oxides are coming out. അത് നാനോ ഡയമെൻഷൻ ആണ് ഇവിടെ വർക്ക് ചെയ്യണം. my point is only about the dimensional aspects, not about a particular material. I am telling about that. But Dr. Tony പറഞ്ഞതിനും എനിക്ക് because I 100% I agree with that. But I think in infancy of any new invention this is the same case everywhere. Maybe
അത്രയും വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയ സ്റ്റാൻഡേർഡൈസ്ഡ് പ്രൊസീജിയേഴ്സ് ഉള്ള കൺട്രീസിൽ പെട്ടെന്ന് നിയമങ്ങൾ വരുമായിരിക്കും. അങ്ങനെ അല്ലാത്ത കൺട്രീസിൽ അങ്ങനെ ലോകത്തിൽ എവിടെയെങ്കിലും നിയമങ്ങൾ ഉണ്ടോ? But none of these products that are being sold here is manufactured in UAE. Yeah, they're all products coming from Europe. Mostly the dental products are either coming from Europe, Korea, or US. My understanding is that you can believe then at least it is made of nanotechnology, but how much it is effective, then I think other new research has to be done on that. But it is ended up in such a way that now when a guy comes to our clinic and says this is nanotechnology, aadu mogathu oru cheriya chiriya varune karanam he may not know, you know. he is only telling it the way he was told. correct ഇവിടെ ആക്ച്വലി മാനുഫാക്ചർ ചെയ്യുന്ന ചില പ്രോഡക്റ്റുകൾ ഉണ്ട് ആക്ച്വലി. അത് അതിനെപ്പറ്റി അറിയാവുന്നറിയില്ല ടോണിക്ക്. ഈ ഗ്രഫീൻ കോട്ടിംഗ് ഉണ്ട്. ഗ്രഫീൻ അത് വെള്ളത്തിലാണ് അത് ബട്ട് ഈ സെയിം ഇവിടെ അതിന് മാനുഫാക്ചർ ചെയ്യുന്നുണ്ടെങ്കിലും ദർ ആർ നോ സ്റ്റാൻഡേർഡ്സ് ഫോർ ഇറ്റ്. അത് ഈ ഒരുപാട് ലെയർ ഇട്ടിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. ഈ ഇപ്പം ലാംബോർഗിനിയുടെ ഒക്കെ റിയർ സ്പോയിലേഴ്സിലൊക്കെ വരുന്ന അത് കാണുമ്പോൾ തന്നെ ലൈറ്റ് ഗ്ലിസൺ ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിനകത്ത് അത് നോർമൽ മെറ്റീരിയൽ അല്ല. ഇറ്റ്സ് എ കമ്പോസിറ്റ് മെറ്റീരിയൽ ബട്ട് ഇറ്റ് ഇസ് മെയ്ഡ് ഔട്ട് ഓഫ് ഗ്രഫീൻ. The thing about graphene, you know, you can see as I showed the structure is like very, it has lot of sides. Like ഒരു മോളിക്യൂളിന് വന്നാല് ഇപ്പൊ അറ്റാച്ച് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരുപാട് സൈഡ്സ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് ഗ്രാഫീൻ. അതിന്റെ ഹോളോ സ്പേസിൽ അറ്റാച്ച് ചെയ്യാം, അതിന്റെ ബ്രിഡ്ജ് സ്പേസിൽ അറ്റാച്ച് ചെയ്യാം, രണ്ട് ബോണ്ടിനിടയ്ക്ക് അറ്റാച്ച് ചെയ്യാം, ഒരു ആറ്റത്തിന് മുകളിൽ അറ്റാച്ച് ചെയ്യാം. സോ യു ക്യാൻ ഡു wonders with that. And ഗ്രാഫീന്റെ കൂടെ നമുക്ക് വേറൊരു മെറ്റലിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അതിന്റെ പ്രോപ്പർട്ടീസ് കംപ്ലീറ്റ് മാറി. യു ക്യാൻ ട്യൂൺ ഇറ്റ് ഇൻ മെനി വേസ്. പിന്നെ ഗ്രാഫീനിന്റെ ആ ഒരു സ്ട്രക്ചറുള്ള വേറെ മെറ്റീരിയൽസും ഉണ്ട്. ആ ഒരു സ്ട്രക്ചറിനാണ് അവിടെ ഇമ്പോർട്ടൻസ് rather than that material itself. By the way, Tony, DJI has a graphene body for the new Inspiron. It's made out of graphene. Just to let you know, lightweight aircraft for photography. ഞങ്ങൾ രണ്ടും ഫോട്ടോ എടുക്കുന്നവരാണ്, aerial photography. So just letting him know that DJI already has a product that uses, you know, graphene, entirely graphene body. Okay. As an example, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. മറ്റേ ഈ താമരയുടെ ഇതളിൽ വരുന്ന പറഞ്ഞില്ലേ, ഇങ്ങനെ വെള്ളം നിൽക്കുകയില്ല എന്ന് പറയുകയും ഈ ചിത്രശലഭത്തിന്റെ ചിറകിൽ വെള്ളം നിൽക്കുകയില്ല എന്ന് പറയുന്നതും അതിന്റെ സ്ട്രക്ചറിന്റെ വ്യത്യാസം കൊണ്ടാണോ? ഞാൻ ശരിക്കും കേൾക്കാത്തോണ്ടായിരിക്കും. കളറിന്റെ അല്ലാതെ ഈ വെള്ളം നിൽക്കുകയില്ല എന്ന് പറഞ്ഞത് സ്ട്രക്ചറിന്റെ വ്യത്യാസം കൊണ്ടാണോ നിൽക്കുകയില്ലാത്തത്? അതെ, കാരണം കാരണം ഈ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് ഈ ഒരു പൂമ്പാറ്റയുടെ ചിറക് എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള ആ സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിങ്ങനെ ഒരു സ്മൂത്ത് സർഫസ് അല്ല. ദർ ആർ റിഡ്ജസ് ഓവർ ഇറ്റ്. ഓക്കെ, കൈൻഡ് ഓഫ് എ ടെറസി നാനോ സ്ട്രക്ചേഴ്സ് ആണ് അവിടെ ഉള്ളത്. അതായത് ഇങ്ങനെ നാനോ പില്ലർ പോലെ, അതായത് എന്താ പറയാ, സ്മൂത്ത് അല്ല. നമുക്ക് കാണുമ്പോൾ സ്മൂത്ത് ആണെന്ന് തോന്നുമെങ്കിലും നമ്മൾ ആ സ്ട്രക്ചർ വ്യൂ ചെയ്ത് കഴിയുമ്പോൾ ആ സ്ട്രക്ചേഴ്സിന്റെ ഇടയ്ക്ക് ഒരുപാട് ഹോളോ സ്പേസസും ടെറസസും പൊങ്ങിയ ഏരിയയും താഴ്ന്ന ഏരിയയും ഇങ്ങനെയുള്ള ഒരു തരം സ്ട്രക്ചറാണ്. അപ്പൊ എന്ത് പറ്റുന്ന വെച്ചാൽ അല്ല, അപ്പൊ ആ സ്ട്രക്ചറാണ് അങ്ങനെ വെള്ളം നിർത്താൻ സഹായിക്കുന്നത് അല്ലേ? സോ ദ തിങ് ഈസ് ലൈക്ക് വെൻ എ വാട്ടർ മോളിക്യൂൾ കംസ് ഓവർ ഇറ്റ്, ഈ വാട്ടർ മോളിക്യൂൾ അവിടെ അറ്റാച്ച് ചെയ്തിരിക്കണമെങ്കിൽ വാട്ടർ മോളിക്യൂളും അതും തമ്മിലൊരു അഡ്ഹഷൻ പ്രോപ്പർട്ടി വരണം. ഓക്കെ, ആ അഡ്ഹഷൻ പ്രോപ്പർട്ടി വരില്ല ബിക്കോസ് ഈ സ്ട്രക്ചറിന്റെ ഉള്ളില് എയർ പാർട്ടിക്കിൾസ് ഉണ്ടാവാം. ഇത് ഈ വാട്ടർ മോളിക്യൂളിനെ താഴോട്ട് പോകാൻ സമ്മതിക്കില്ല. വാട്ടറും എയറും തമ്മിലുള്ള ആ അട്രാക്ഷനെക്കാളും കൂടുതലാണ് വാട്ടർ മോളിക്യൂൾ തമ്മിലുള്ള അട്രാക്ഷൻ. ആ ഫോഴ്സസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. സോ ഒബ്വിയസ്ലി വാട്ടർ മോളിക്യൂൾ ഹാസ് ടു സ്ലൈഡ് അവേ. ഇറ്റ് വിൽ നോട്ട് സ്റ്റേ. ടെഫ്ലോൺ പെയിന്റ്. അല്ല, ഞാനത് പറയാൻ, ഞങ്ങളിവിടെ സ്വീഡനിൽ നിന്ന് ഒരു മെറ്റീരിയൽ വന്നായിരുന്നു, നാനോ ടെക്നോളജി ഉള്ള ഒരു കെമിക്കല്. ഈ കെമിക്കൽ വെച്ചിട്ട് ഈ RTA നമ്മുടെ ടണലില്ലേ, എയർപോർട്ട് ടണലിൽ നമ്മൾ സാമ്പിൾ അടിച്ച് കാണിച്ചായിരുന്നു. അതായത് അവര് പറഞ്ഞത് നമ്മള് ടണലിൽ കൂടെ എപ്പോഴും വണ്ടി പോകുന്നതുകൊണ്ട് ഈ പുക വന്ന് ഇവർക്ക് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഈ കെമിക്കൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെറുതെ ജസ്റ്റ് വെള്ളം കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ അന്നേരം തന്നെ എല്ലാ പൊടിയും തെറിച്ചു. നമ്മൾ ഈ കാറിലൊക്കെ ടെക്നോളജി അല്ല, ഫോസ്റോക്കില്ല, ഇത് സ്വീഡനിൽ നിന്ന് നമ്മുടെ ഒരു കെൻ ജോഹാൻസിന്റെ നമ്മുടെ ഒരു വേറൊരാളൊരു സായിപ്പ് വന്ന് കിട്ടുന്ന
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അടിച്ചത് ഭയങ്കര ഫെയിലർ ആയിരുന്നു. അത് യാതൊരു പ്രയോജനം. പിന്നെ ഞാൻ കുറെ ഹോട്ടൽ പ്രോജക്റ്റിലൊക്കെ ഉപയോഗിച്ചു. ഞാൻ പറഞ്ഞത് ഇത് ഈ ഞാൻ ഈ ചോദിക്കാൻ കാരണം ഈ സ്ട്രക്ചർ എന്ന് പറയുന്ന സാധനം അപ്പൊ ഈ കെമിക്കലായിട്ട് നമുക്ക് കൊണ്ടുവന്ന് അടിച്ചു കഴിയുമ്പോൾ ആ സ്ട്രക്ചർ ആ സ്ഥലത്ത് ഉണ്ടാവുമോ? അങ്ങനെയാണോ ഇത് റിപ്പൽ ചെയ്യുന്നത് വാട്ടറിനെ? ഈ നിങ്ങൾ ഈ പറഞ്ഞ മെറ്റീരിയലിന്റെ കേസ് എന്ത് സംഭവിച്ചെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. അല്ല അത് പോട്ടെ, ഞാൻ പറഞ്ഞത് ഈ വാട്ടർ റിപ്പല് ചെയ്യുന്നത് അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഇപ്പൊ ശരിക്കുള്ളതാണെന്ന് വിചാരിക്കുക, നാനോ ടെക്നോളജി തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള സാധനമാണെന്ന് വിചാരിക്കുക. അത് നമ്മള് ഈ ഒരു കെമിക്കല് നമ്മൾ തേക്കുമ്പം ആ കെമിക്കലിൽ ആ സ്ട്രക്ചർ ആയിരിക്കും എന്നാണ് അല്ലേ? അല്ല, ആ ഒരു ആസ്പെക്ട് അല്ല ഇവിടെ ഞാൻ പറഞ്ഞത്. പൂമ്പാറ്റയുടെ ആ ഒരു ആസ്പെക്ട് ഉപയോഗിച്ചിട്ട് പല ടെക്നോളജിയും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്നത് ഇഫ് ഐ അണ്ടർസ്റ്റാൻഡ് കറക്റ്റ്ലി, ഈ പറയുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു വാട്ടറിനെ അല്ലെങ്കിൽ ഈ മറ്റു മെറ്റീരിയൽസിനെ അഡ്ഹസ് ചെയ്യുന്ന മെറ്റീരിയൽ ആയിരിക്കില്ല, ഒരു റിപ്പലിംഗ് മെറ്റീരിയൽ ആയിരിക്കാം ഈ നാനോ പെയിന്റ് എന്ന് പറയുന്നത്. ഒരു ബോണ്ട് ഫോം ചെയ്യില്ല, മനസ്സിലായോ? വെളിച്ചെണ്ണ തേച്ച് കഴിഞ്ഞാൽ വെള്ളം അടിക്കുമല്ലോ. ഇതിന്റെ മൊളക്യുലർ സ്ട്രക്ചർ ആണ് ഇതിന്റെ റിപ്പൾഷൻ ഉണ്ടാക്കുന്നത്. ഓയിലും വാട്ടറും റിപ്പൽ ചെയ്യുന്നതിന്റെ കാരണം അതിന്റെ കെമിക്കൽ സ്ട്രക്ചർ കൊണ്ടാണ്. ബട്ട് ഹിയർ ദർ ഇസ് എ ഫിസിക്കൽ ഡിഫറൻസ് ഇൻ ദ വേ ദ മോളിക്യൂൾസ് ആർ സ്ട്രക്ചർഡ്. അതുകൊണ്ടാണ് ഈ സന്തോഷ് പറഞ്ഞ ഐറ്റത്തിൽ കോട്ട് ചെയ്തിരിക്കുന്നത് ഈ ടെഫ്ലോൺ കോട്ടിങ്ങിനും ഇതേ ഇഫക്റ്റ് ഉണ്ടാവും. വണ്ടിയുടെ ബോഡിയിൽ അടിക്കുന്ന ചില പെയിന്റുകളിൽ 3Mന്റെ ഒരു എക്സ്റ്റീരിയർ കോട്ട് ഉണ്ട്. ആ കോട്ട് അടിക്കുമ്പോഴത്തേക്കും ഈ വെള്ളം അവിടെ നിൽക്കത്തില്ല. അത് ഫാബ്രിക്കിലും ചെയ്യാൻ പറ്റും, ഇന്റീരിയർ ഫാബ്രിക്സിലൊക്കെ നമുക്ക് അത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം നിൽക്കില്ല, വെള്ളം ഉരുണ്ടു പോകും. ഈ താമര ഇലയിലും ചേമ്പലയിലൊക്കെ ഉള്ള അതേ സ്ട്രക്ചർ ആണ്. യു ലുക്ക് അറ്റ് ഇറ്റ് ത്രൂ even a decent microscope you will be able to see that. It will not be flat. അതില് പിന്നെ വെള്ളത്തിന്റെ ഈ സർഫസ് ടെൻഷന് സർഫസ് ടെൻഷൻ ഉള്ളത് കൊണ്ടാണ് അത് നിൽക്കുന്നത്. ഇഫ് യു ടേക്ക് അതർ ലിക്വിഡ്സ് like for example spirit or alcohol, or you will see that it actually does go in, but വെള്ളത്തിന് പോകാൻ പറ്റും. അല്ല അത് ഞാൻ പറഞ്ഞ അപ്പൊ ഈ കെമിക്കൽ അല്ലാതെ ഈ നാനോ ടെക്നോളജി എന്ന് പറയുമ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കും അല്ലെ? അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കിയ വെള്ളം അല്ലെങ്കിൽ കെമിക്കൽ, അതും കെമിക്കൽ അല്ലേ? അതെന്താണ് ഈ നാനോ ടെക്നോളജി എന്ന് പറയുന്നത്? അതായത് ആ സ്ട്രക്ചർ മാറ്റിയിട്ട് അങ്ങനെയുള്ള കുറെ മോളിക്യൂളുകൾ നമ്മൾ പറ്റിച്ചു വെക്കുകയാണോ ചെയ്യുന്നത്? അല്ല സാധാ മനുഷ്യൻ അല്ലല്ല, നിങ്ങൾ ചോദിക്കണ വളരെ വാലിഡ്. ഞാൻ എങ്ങനെ അത് പറഞ്ഞുതരാൻ പറ്റുന്ന ഞാൻ ചിന്തിക്കുകയാണ്. അതായത് ഒരു നാനോ മെറ്റീരിയല് ഒരു ബോണ്ട് ഫോം ചെയ്യണതും ഒരു ബൾക്ക് മെറ്റീരിയൽ ബോണ്ട് ഫോം ചെയ്യണതും ഡിഫറെന്റ് ആയിരിക്കും, മനസ്സിലായോ? രണ്ടും ഈ സാധാരണ മെറ്റീരിയൽ തന്നെയാണോ നാനോ ആക്കുന്നത്? അല്ലെ നാനോ മെറ്റീരിയൽ വഴി ആക്കുന്നത്? അതായത് അതിന്റെ ഡയമെൻഷൻസ് ഡിഫറെന്റ് ആണെന്നുള്ളതേ ഉള്ളൂ. ഡയമെൻഷൻസ് ഡിഫറെന്റ് ആകുമ്പോഴത്തേക്ക് അതിന്റെ പ്രോപ്പർട്ടീസും ഡിഫറെന്റ് ആവും. ഫോർ എക്സാമ്പിൾ പറഞ്ഞാല് ഇപ്പം ഗോൾഡ് നമുക്കറിയാം മഞ്ഞ കളറാണ് അല്ലെ? ഗോൾഡ് നല്ല തിളങ്ങുന്ന മഞ്ഞ കളർ. പക്ഷെ ഗോൾഡിനെ നമ്മള് ഒരു നാനോ ക്ലസ്റ്റർ ആയിട്ട് നമ്മൾ അതിനെ കണ്ടു കഴിയുമ്പോൾ അതിന്റെ കളറ് ബ്ലാക്ക് എങ്ങാണ്ടാണെന്ന് തോന്നുന്നുണ്ട്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പക്ഷെ ഇറ്റ്സ് നോട്ട് യെല്ലോ. അപ്പൊ ആ ഡയമെൻഷൻ മാറുമ്പോഴത്തേക്കും ഈ എന്താ പറയാ അതിന്റെ ഒരുപാട് പ്രോപ്പർട്ടീസ് ചേഞ്ച് ആവുന്നുണ്ട്. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അതുപോലെ അതാണ് നാനോ ടെക്നോളജിയുടെ മെയിൻ ഇതെന്ന് വെച്ചാൽ നമുക്കറിയുന്ന സാധാരണ മെറ്റീരിയലൊക്കെ തന്നെ ആയിരിക്കും. ആശ, ഇപ്പോ ഈ കാർബൺ ഫൈബർ എന്ന് പറയുന്ന സംഭവം അത് നാനോ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ടതാണോ? കാർബൺ ഫൈബർ അതെനിക്കൊന്നും അത് കുറച്ചുകൂടെ മുമ്പ് വന്നതല്ലേ, പോളിമർ ടെക്നോളജിയുടെ കാലത്താണ് കാർബൺ ഫൈബർ ഒക്കെ വന്നത് എന്ന് തോന്നുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ടതേയും കേൾക്കുന്ന ഒരു പേരല്ല അത്. ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഇങ്ങനൊരു നാനോ ഇറ്റ് വിൽ ഗോ ഫോർവേഡ്. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ ഇവന് എന്തൊക്കെ നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ പോലും അതിന്റെ പോസിറ്റീവ്സ് അതിനെ ഔട്ട്വേ ചെയ്ത് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് എന്റെ ഒരു ഇതുവരെയുള്ള അറിവിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. So I don't think we have to underestimate everything with some few bad experiences or അല്ലല്ല. ഇതിപ്പോ കുറെ ചാർലറ്റൻസ് അതിനെ ഈ ടെക്നോളജിനെ അല്ലെങ്കിൽ അതിലത്തെ വാക്കുകളെ മിസ്യൂസ് ചെയ്യുന്നു എന്നത്. But another thing is like you see I have never seen a product claiming that they are nano, honestly.
I have never seen a product here like നമ്മുടെ ഇപ്പം നാട്ടിൽ എത്തുന്ന പെയിന്റ് ബർഗർ പെയിന്റ്സും ഏഷ്യൻ പെയിന്റ്സ് അവര് അതിനകത്ത് ഏതോ ഒന്ന് ഉപയോഗിക്കുന്നുണ്ട് നാനോ ടെക്നോളജി. ബിക്കോസ് അല്ല, മൈ പോയിന്റ് ഈസ് ലൈക്ക് ഇവിടെ അങ്ങനെ നാനോ ടെക്നോളജി ഇൻഫ്യൂസ് ചെയ്ത് പ്രോഡക്ട്സ് വരുന്നുണ്ടാവും, പക്ഷെ അതിനെ നാനോ ആയതുകൊണ്ട് അതിനെ ഇങ്ങനെ എന്താ പറയാ പ്രൊജക്ട് ചെയ്യുന്നുണ്ടോ? അതായത് അതിപ്പം ഹൈലൈറ്റ് ചെയ്തിട്ട് കസ്റ്റമേഴ്സ് അത് അറിയണം, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് നാനോ ആണ്, അതൊന്നും ഇവര് അറിയണം. മീൻസ് ദാറ്റ് ഇസ് നോട്ട് ദ വേ തിങ്സ് ആർ ഡൺ ഹിയർ. സോ I really don't know how to answer that. Like, ഈ രംഗത്തെ ഏറ്റവും കട്ടിംഗ് എഡ്ജ് ടെക്നോളജി ഉള്ളത് അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് റിസർച്ച് നടക്കുന്നത് എവിടെയാണ്? അത് ആസ് യൂഷ്വൽ US-ലോ അല്ലെങ്കിൽ ചൈനയിലാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്താണോ എന്നറിയാൻ താല്പര്യമുണ്ട്. റിസർച്ച് ലെവലിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് രാജ്യങ്ങളിൽ നടക്കുന്നുണ്ട്. യൂറോപ്പിലുണ്ട്, US-ലുണ്ട്, ചൈനയിലുണ്ട്, ഈവൻ ഇന്ത്യയിലും ഉണ്ട് റിസർച്ച് ലെവലിൽ. പക്ഷെ ഹൗ മച്ച് ഇറ്റ് ഈസ് ഗോയിങ് ടു ദ ആപ്ലിക്കേഷൻ അതെന്ന് പറയുന്നത് ഹൗ മച്ച് യുവർ റിസർച്ച് ഈസ് ലിങ്ക് ടു ഇൻഡസ്ട്രി, അതാണ് മെയിൻ കാര്യം അവിടുത്തെ. ആശ, ഇപ്പൊ ഈ രംഗത്തേക്ക് കടന്നു വരാൻ, ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് ഈ രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിൽ ഇതിനെ പറ്റിയുള്ള ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് യൂണിവേഴ്സിറ്റികളൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ ഉപകാരമായിരുന്നു. ഇന്ത്യയിൽ ഇപ്പോ എന്റെ പേഴ്സണൽ അഭിപ്രായമാണ്, if someone wants to do something in nanotechnology or even data science or anything, my advice would be don't go and do a bachelor's in such advanced topics. Always go for a very strong, solid get a solid foundation in basic courses like physics or chemistry or whatever, because these are multidisciplinary mostly. You need many things to do a good nanotechnology, become a good nanotechnology scientist, either in experimental side or in the modeling side. So first go with good universities or even like national institutes to do your, if you can try to go to the best institutes like IITs or IISERs to do your bachelor's or master's. Then you can try to do, if you really want to do nanotechnology research or do a job also, it would be better to have a doctorate and go for a job, I think. So you can go to again in India I prefer national institutes, because I'm not undermining universities, state universities or something, but you have to have the best facilities, because that's very important. You need to have good labs, good teachers, and good computing facilities and everything. So national labs അല്ലെങ്കിൽ national institutes prefer ചെയ്യാം. Or otherwise after masters or after bachelor's you can go try going outside India, abroad. There are many opportunities in many universities. That would be my advice. Don't jump to a course in be a bachelor's in nanotechnology or bachelor's in data science, these kind of things, because ഇത് nanotechnology എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡ് അലോൺ സംഭവമല്ല. അതുപോലെ തന്നെ ഡാറ്റ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇതിനുമൊക്കെ ഒരുപാട് ചാൻസസ് ഉള്ള ഏരിയയാണ് നാനോടെക്നോളജി. ഇതെല്ലാം കമ്പൈൻഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കാര്യങ്ങൾ. So that would be my advice. And also we have like I am part of some other thing, like an initiative which is a group of professionals from across the world. We have started a website very recently. Actually our aim is to help people from India. We are actually initially focusing Kerala, but since we provide everything in English, anybody in any part of the world can use it. We have a website now which is called education21c.org. You can see that, and we provide course content freely for most of the science subjects, and we also conduct some webinars. That is not our main aim actually. The aim is actually to provide some quality content and guidance for people coming from not very fortunate backgrounds to go forward. So I really, really appreciate people, students, teachers, parents, etc., to look into our website, and you can also become part of that if you want to provide curated content, because there is vast sea of literature and videos available in the YouTube if you check in any subject. So a newcomer will be like they don't know what is good and what is bad. So our aim is like the team is very good. You can see all are from like best institutes in the world, not only from India. And we are trying to provide curated content, and currently we have only 2 subjects ready, physics and chemistry, but eventually we are trying to add more content in every subject. And if you are trying to willing to contribute, you can also join us.
ഈ ഓർഗനൈസേഷനിൽ അവർ എന്തൊക്കെ സബ്ജക്റ്റ് ആണ്? only physics and chemistry at the moment? No, we have everything. Actually, we have everything. We are planning to do everything, but right now we have only almost finished in an almost finished format. We have only physics and chemistry. We also have a lot of material in nanotechnology. We are actually, because we just started it, so it will take some time to come in a full form. But our aim is to, try to make a revolution in educational sector in our own humble way. So anybody can be part of it. That's So wonderful. you can see, and if you are willing to provide any material in any subject, you are welcome in mathematics, computer science, or whatever. Excellent. Is this for a high school or for a college going students? This is for not high school. This is for kind of an advanced person, like Postgraduate. but no, it's not even like that. Let me explain. It's not even like that. I can, for example, if you want to learn physics, so mostly what people do is like നമ്മൾ കോളേജിൽ പോകുന്നു, പ്രീ ഡിഗ്രി അല്ലെങ്കിൽ +2 കഴിയുന്നു, കോളേജിൽ പോകുന്നു, ഒരു ബാച്ചിലേഴ്സ് പഠിക്കുന്നു, മാസ്റ്റേഴ്സ് പഠിക്കുന്നു, but you study certain subjects which are like a syllabus. Okay, so our aim is not like it is like if you study physics, you have to learn from the basics. So our aim is something like we provide the best material in every subject, so you can find most of the areas there, not following a certain syllabus or curriculum. Is it clear? Yeah, crystal. Yeah. No, for example, if you how do I say? You mean it is you're trying to explain that it is not the CBSE style of education? No. The Western style of education. Yeah, like it's not even Western international style. It bachelor. is the whole education. Like if Yeah, you want I to agree. study biology, I get it. yeah. So our aim is like, it's not like you go and see, like our aim is also not like, okay, you study this course, you get this job. No, it's not like that. Our aim also includes like career guidance is also there, but in a very indirect way. It's not like we tell them, okay, our aim is to address some students who are very genuinely learn to pursue a career in scientific research or Wonderful. no, I mean, not even limited to scientific research, but if anyone wants to study anything in detail that they may not get from a conventional classroom, but we are there, we are willing to provide our expertise. And in many ways, content curation is one of the ways. That's how we are starting. When we started, we really didn't know how to do things, but we are like accumulating, brainstorming ideas, and we are going forward. So if you have some ideas also to do things better, or you can add something more to the website, you can tell us. You can email us, or I'm sorry, I didn't go into the website. So probably once I go into the website, or any person, once he goes in, will he get a clear picture as to what exactly is being provided there? Yes, you will have a clear picture. And also we have conducted a webinar. Actually, you can even get the link of that. That will give you an idea what we are trying to convey to the common audience. And please spread the word, because we are trying to help. Actually, we were trying to use this corona situation, because now everybody is listening to webinars and stuff.